Good evening. Good evening, ma'am. ഞാൻ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുമായിരുന്നു. കാരണം എനിക്ക് എന്റെ ലാപ്ടോപ്പ് അത്ര വിശ്വാസം പോരാ. മിസ്ബിഹേവ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ ദിവസമായി. ഓക്കെ ഫൈൻ. സോ ഒരു മിനിറ്റ് കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആരെങ്കിലൊക്കെ ജോയിൻ ആവുമെന്ന് നോക്കാം. കുറവാണല്ലോ. സാധാരണ നിങ്ങളൊരു 50-60 ഒക്കെ ജോയിൻ ആവുന്നവരാണല്ലോ. പരീക്ഷ വല്ലതാണോ കുട്ടികൾക്ക്? അല്ലല്ലോ. Okay, so we will start with our prayer. So if anyone is ready, please. ആരുല്ലേ? എന്നെ വീഡിയോ ഓൺ ചെയ്ത് വിചാരിച്ചു പ്രയർ പറയാനാണ്. ഓക്കെ ശിശു. May my tongue speak words to ease pain. May my hands do some good deeds for others' gain. May I think of God with a prayer for another. May I always remember to love everyone. There are no strangers in this very big world, but only friends whom we have not yet met. Let all these values may stay with us. May we strive to be the messenger of the Lord always. കഴിഞ്ഞു മാം. Okay, fine. So, any of you ready for signing? Okay. Anyone, any of you? രണ്ട് പേരെങ്കിലും വേണമെന്ന് പറഞ്ഞിരുന്നു. സൈൻ ഇന് റെഡി ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, തോട്ട് ഓഫ് ദി ഡേ. Yes, ma'am, I'm ready. അത് രണ്ടുമൂന്ന് പേര് റെഡി. എനിക്ക് തോന്നുന്നു സുജാത കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ? മാം, ഞാൻ സൈൻ ഇൻ ചെയ്യാൻ എനിക്ക് ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഈ യോഗ ക്ലാസ് കഴിഞ്ഞ ഡയറക്റ്റ് ആണ് ഞാൻ ഇതിൽ കയറുന്നത്. അപ്പൊ എന്റെ കോലം ശരിയാവില്ല ഞാൻ വീഡിയോ ഓൺ ചെയ്യുമ്പോഴേ. അതാണ് ഞാൻ. പിന്നെ എനിക്ക് ഡാൻസ് സ്റ്റെപ്സ് ഒന്നും അറിയില്ല. ഞാൻ എന്തെങ്കിലും യോഗയൊക്കെ ചെയ്ത് അങ്ങനെ ബ്രീത്തിങ് എക്സസൈസ് പറഞ്ഞു തരാമെന്ന് ഞാൻ വിചാരിച്ചത്. ഓക്കെ, അപ്പൊ ഇപ്പം സൈൻ ഇൻ റെഡി ആണോ അതോ തോട്ട് ഓഫ് ദി ഡേ ആണോ? തോട്ട് ഓഫ് ദി ഡേ. കാരണം ഞാൻ എന്റെ വേഷം ശരിയല്ല, വീഡിയോ ഓൺ ചെയ്യണമെങ്കിൽ പറ്റില്ല. ആക്ച്വലി വാട്ട് എവർ യു ആർ ഡൂയിങ്, ലൈക്ക് എനി ആക്ടിവിറ്റി ചെയ്യുമ്പോൾ വീഡിയോ ഓൺ ചെയ്യണമെന്നാണ്. പിന്നെ ഇപ്പൊ പറഞ്ഞ ഒരു പ്രത്യേക സാഹചര്യം കണക്കെടുത്ത് നമ്മൾ ക്ഷമിച്ചിരിക്കുന്നു അല്ലേ? അപ്പൊ ആരോ ഇതിനിടയ്ക്ക് സൈൻ ഇന്നോ അല്ല തോട്ട് ഓഫ് ദി ഡേ ആണെന്ന് തോന്നുന്നു സിയ പറഞ്ഞത് അല്ലേ? വേറെ ആരോ കൂടെ പറഞ്ഞോ? സുരഭി ഉണ്ട്. പിന്നെ നിങ്ങളുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഓരോരുത്തരായിട്ട്, കാരണം സുജാത കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഓർമ്മയുണ്ട്. അപ്പം സിയ ഉണ്ട്, സുരഭി ഉണ്ട് അല്ലെ തോട്ട് ഓഫ് ദി ഡേ പറയാനായിട്ട്. അപ്പൊ അടുത്ത ക്ലാസ്സുകളിൽ എന്റെ അല്ലെങ്കിൽ കൂടിയും നിങ്ങൾ അത് ഇനീഷ്യേറ്റ് ചെയ്ത് ചെയ്യണം കേട്ടോ. മനസ്സിലായില്ലേ? എവറി ഡേ യു ഹാവ് ടു ഗീവ് എനിത്തിങ് റിലേറ്റഡ് വിത്ത് തോട്ട് ഓഫ് ദി ഡേ. അങ്ങനെ എല്ലാ ദിവസവും ഓരോരുത്തരായിട്ട് തോട്ട് ഓഫ് ദി ഡേ പറയുക. രണ്ടുപേരെങ്കിലും സൈൻ ചെയ്യുക, രണ്ടുപേരെങ്കിലും സൈൻ ഔട്ട് ചെയ്യുക. പ്രയർ ഇതാണ് നമ്മളുടെ രീതി നമ്മൾ പറഞ്ഞു. പിന്നെ ഇത് ചെയ്യിക്കാൻ മെഡിറ്റേഷൻ, യോഗ, ബ്രെയിൻ എക്സസൈസസ്, ചെറിയ വാമപ്പ് എക്സസൈസസ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു 2-3 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള അതൊക്കെ ചെയ്യിക്കാട്ടോ. അതൊക്കെ റെഡി ആയിട്ട് വരാം, ഓരോരുത്തർക്ക് ചെയ്യാം. അത് ഈ പ്രയർ സൈൻ ഇൻ തോട്ട് ഓഫ് ദി ഡേയിൽ നിർത്തണ്ട, നമുക്ക് അതൊക്കെ ചെയ്യാം. ഓക്കെ ഫൈൻ. അപ്പൊ സുജാത പ്ലീസ്.
Thought for the good evening. Thought for the day. Nothing is impossible. The word itself says, "I am possible." Audrey Hepburn. As humans, sometimes we can be our worst enemies. We all are going to be facilitators in future, right? But most of us lack self-confidence. We are always in a fear whether we can do these tasks by ourselves. But think of this quote. It's very much inspiring because things we do will always help to build us. Even if we win or fail, we have something to take from that with us. Always be confident and remove all the negative thoughts. Step forward and face every situation with a smile, with a strong belief that you can do it. Just think of the quote. Yes, I am possible and I will do this. Thank you. വെരി ഗുഡ്. ഇത് ഒന്ന് സിമ്പിൾ ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കുറെ കാര്യമായിട്ട് പറഞ്ഞു ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ചിലപ്പോ കുറെ ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലാകാനത്തെ പാടുണ്ടാവും. ജസ്റ്റ് ഒന്ന് സിമ്പിൾ വേർഡ്സിൽ ഒന്ന് പറയാം. ഇംഗ്ലീഷിൽ തന്നെയാണോ മാം പറയേണ്ടത്? മിക്സ് ചെയ്ത് പറഞ്ഞാലും കുഴപ്പമില്ല. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തോ അങ്ങനെ പറഞ്ഞാൽ മതി. ഓക്കെ. നമ്മളെപ്പോഴും എന്തെങ്കിലും ഒരു കാര്യം ഇപ്പൊ തന്നെ നമുക്കൊരു ടാസ്ക് തരുമ്പോൾ നമുക്ക് മനസ്സിൽ തോന്നുക, അയ്യോ എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. പക്ഷെ ഒരിക്കലും, അതായത് ഇംപോസിബിൾ എന്ന വാക്ക് തന്നെ എക്സ്പാൻഡ് ചെയ്ത ഐ ആം പോസിബിൾ എന്നാണ് അതിന്റെ അർത്ഥം. അത് നമുക്ക് എക്സ്പാൻഡ് ചെയ്താൽ കിട്ടുക. അപ്പോൾ ഒരു കാര്യവും നമുക്ക് പറ്റില്ല എന്നില്ല. വി ക്യാൻ ഡു എവ്രിതിങ്. അപ്പൊ എന്ത് കാര്യമാണെങ്കിലും നമ്മുടെ മനസ്സിൽ ഒരു ധൈര്യം വരണം. അപ്പോൾ ഇഫ് വി ആർ കോൺഫിഡന്റ് ദെൻ വി ക്യാൻ ഡു എവ്രിതിങ്. അതിന് ഏജോ അല്ലെങ്കിൽ ഒരു ഒന്നും ബാരിയർ അല്ല. നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ നാളെ ഫെസിലിറ്റേറ്റേഴ്സ് ആയി വരേണ്ടതാണ്. അപ്പൊ നമ്മൾ ഒരുപാട് കുട്ടികൾക്ക് വഴികാട്ടി ആവേണ്ടതാണ്. അപ്പൊ നമ്മൾ മാതൃകയാവേണ്ടതാണ്. അപ്പൊ നമ്മൾ ഒരു കാര്യം പറ്റില്ല എന്ന് പറഞ്ഞ് ബാക്കിലേക്ക് പോയാൽ അത് കുട്ടികളുടെ കോൺഫിഡൻസിനെയും ബാധിക്കും. അപ്പൊ നമ്മൾ എന്തും ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഒരു സ്റ്റെപ്പ് ഫോർവേഡ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അതിൽ വിൻ ചെയ്യും അല്ലെങ്കിൽ ലൂസ് ചെയ്യും. പക്ഷെ അതിന്നൊക്കെ നമുക്ക് ഓരോ പാഠങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ നമ്മളെപ്പോഴും എന്തും പറ്റും എന്ന് വെച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് പറ്റുക തന്നെ ചെയ്യും. അപ്പൊ നമ്മളെപ്പോഴും എന്ത് കാര്യം കയ്യിൽ കിട്ടിയാലും അയ്യോ എനിക്ക് പറ്റുമോ അല്ലെങ്കിൽ പറ്റില്ലേ അങ്ങനെ ചിന്തിക്കരുത്. ഇത് എനിക്ക് പറ്റും എന്ന് വെച്ച് തന്നെ മുന്നോട്ട് പോകണം. അപ്പൊ നമ്മളെല്ലാവരും നമ്മൾ ആ ഇൻഹിബിഷൻസ് ഒക്കെ കളയുക. എനിക്ക് ഏജ് ഓവറായി അല്ലെങ്കിൽ ഞാൻ ഇത്ര വയസ്സായി എനിക്ക് പറ്റുമോ, ഇനിയിപ്പൊ എക്സാം വരുന്നുണ്ട് ഞാനതിൽ എല്ലാവരും ആദ്യം തന്നെ ചോദിക്കുന്നത് നമുക്കതൊരു ചാൻസ് വേറെ ഉണ്ടോ, ഒരു എന്താ പറയാ എക്സാം റീടെസ്റ്റ് ഉണ്ടാവുമോ എന്ന് എല്ലാവരും ചോദിക്കുന്നത്. പക്ഷെ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമ്മൾ പാസ്സാവുമെന്ന് നമ്മൾ വിചാരിച്ചാൽ നമ്മളെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് ആർക്കും പറ്റില്ല. നമുക്ക് തന്നെ തോൽപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളെപ്പോഴും കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുക. താങ്ക് യു. ഇതാ ഞാൻ ഉദ്ദേശിച്ചത്. വെരി ഗുഡ്. ദാറ്റ് വാസ് ഫാന്റാസ്റ്റിക് ആക്ച്വലി. എ ബെറ്റർ മീ ഈസ് കമ്മിങ് അല്ലേ? അത് പറയാം. എപ്പോഴും നമ്മളത് പറയാം, ബെറ്റർ മീ ഈസ് കമ്മിങ്. അതെ, നമ്മള് എന്താ പറയാ ഡയമണ്ട് പോളിഷ് ചെയ്ത് അതിനെ നമ്മൾ ഏറ്റവും അതിന്റെ ഫൈനസ്റ്റ് ഫോമിൽ എത്തുന്നു പറയുന്ന പോലെ തന്നെ നമ്മളെയും പോളിഷ് ചെയ്താൽ നമുക്ക് ഏറ്റവും ഫൈനസ്റ്റ് മീ എന്റെ ഉള്ളിൽ നിന്ന് എനിക്ക് കിട്ടും എന്നുള്ളത് നമ്മൾ എല്ലാവരും അത് നമ്മൾ വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോവാ. ഈ ഒരു തോട്ടോടുകൂടി നമ്മൾ ഇന്നത്തെ ദിവസം ഉറങ്ങാനായിട്ട് പോവുക. പിന്നെ രാവിലെ എണീക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവ്നെസ് ആയിരിക്കും. എനിവേ ദാറ്റ് വാസ് വെരി നൈസ്. എനിക്കും അത് ഭയങ്കരമായിട്ട് ഇൻസ്പിറേഷൻ തന്നു എന്ന് തന്നെ പറയാം. ഇവിടെ ഒരു ഫ്രൂട്ട് ഗ്യാദറിംഗ് ആണല്ലേ. ഇവിടെ നല്ല പഴുത്ത ഫ്രൂട്ട്സ് നമ്മൾ എല്ലാവരും കൂടെ ഗ്യാദർ ചെയ്തെടുക്കുവാണ്. അതിന്റെ ആ റൈറ്റ്നെസ്, മധുരം ഒക്കെ നമ്മൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് വിചാരിക്കാം. ഫീഡ്ബാക്ക് എന്നോ റിവ്യൂ എന്നൊക്കെ പറയണതിനേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നു ഫ്രൂട്ട് ഗ്യാദറിംഗ് എന്നുള്ളതായിരിക്കും ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള വേർഡ്. എല്ലാരും ഫ്രൂട്ട്സ് തരുക ഇവിടെ. ഓക്കെ, എല്ലാരും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു. എനിക്ക് 2 പേര് വേണം പെയർ ആക്ടിവിറ്റിക്കാണ്. അത് ഓഡിയോ ഡിസ്റ്റർബൻസ് ഇല്ലാതെ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്ന 2 പേര് റെഡി ആയിട്ട് വരുവാണെങ്കിൽ നമുക്കൊരു പെയർ ആക്ടിവിറ്റി ചെയ്യാം. സിമ്പിൾ വണ്ണാണ്, വേറെ ഒന്നുമില്ല. നമ്മൾ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് അല്ലേ എടുത്തോണ്ടിരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ ജസ്റ്റ് ഞങ്ങൾ ഇവിടെ ഉണ്ടെന്നൊന്നും ചിന്തിക്കേണ്ട. ആ 2 പേര് തമ്മിൽ ഷെയർ ചെയ്യുക അവര് പഠിച്ച സ്കൂളിലെ എൻവയോൺമെന്റ്. അതിന് പറ്റിയ 2 പേര് ആരെങ്കിലും ഒന്ന് റെഡി ആയിട്ട് വരുവാണെങ്കിൽ നല്ലതായിരുന്നു. ആരുമില്ല.
yes. ഒന്നുകൂടി പറയും എന്താ ചെയ്യണ്ടേ? യെസ്, നമ്മളിപ്പം എടുത്തോണ്ടിരിക്കുന്നത് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ആണ് അല്ലെ. എങ്ങനെയാണ് മോണ്ടിസോറി സ്കൂൾ ക്ലാസ് റൂം എങ്ങനെയാണ്, അവിടുത്തെ ഓരോ കാര്യങ്ങൾ എങ്ങനെയാണെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ക്ലാസ് റൂമിൽ നമ്മൾ എന്തായാലും ഇരുന്ന് പരസ്പരം സംസാരിക്കുമല്ലോ. അപ്പൊ രണ്ടുപേര് തമ്മിലുള്ള പെയർ ടോക്കിംഗ് ആണ്. രണ്ടുപേര് ഫേസ് ടു ഫേസ് ഇരുന്നിട്ട് ഈ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് നിങ്ങൾ കേട്ടപ്പോ നിങ്ങൾ പഠിച്ച സ്കൂളിന്റെ എൻവയോൺമെന്റ് ഷെയർ ചെയ്തു. ആദ്യം എ ബി എന്ന് രണ്ടുപേരുണ്ടെങ്കിൽ എ പഠിച്ച സ്കൂളിന്റെ എൻവയോൺമെന്റ് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഷെയർ ചെയ്യുന്നു. എ കഴിയുമ്പോൾ ബി ഷെയർ ചെയ്യുന്നു. നമ്മുടെ ക്ലാസ് റൂം ആണെന്ന് വിചാരിക്കും. നിങ്ങൾ ഈ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിനെ കുറിച്ച് കേട്ടപ്പോ കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേര് തമ്മിലിരുന്ന് സംസാരിക്കുക ഈ നമ്മൾ പഠിച്ച സ്കൂളിന്റെ എൻവയോൺമെന്റ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. അതിന് പറ്റിയ രണ്ടുപേര്, അതായത് സ്റ്റാർട്ടിങ് ആണോ? ഫസ്റ്റ് 1ാം ക്ലാസ് മുതൽ തുടങ്ങുക അങ്ങനെയാണ്? അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന സ്കൂൾ, ഇപ്പൊ പല പല സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ ലാസ്റ്റ് പഠിച്ച സ്കൂൾ എന്നങ്ങ് വിചാരിച്ചത്, അങ്ങനെ ഉണ്ടെങ്കിൽ. മലയാളത്തിലല്ലേ പറയണ്ടേ? ഇംഗ്ലീഷിൽ പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ പറയൂ, അല്ലെങ്കിൽ മിക്സ്ഡ് ആയിട്ട് പറയാം. ഇതൊക്കെ ഒരു ചാൻസാണ് നമുക്ക് ഇംഗ്ലീഷ് പറയാൻ. ചാൻസ് ആണ്, പക്ഷെ അത് നമുക്ക് ശരിയായിട്ടില്ല പറയാനായിട്ട്. പിന്നെ ഞാൻ താഴെക്കോട്, എന്റെ പേര് ഷെരീഫ. രണ്ടുപേരും വീട് വേണം, ഷെരീഫ് മാത്രമേ ആയിട്ടുള്ളൂ. നിങ്ങൾ രണ്ടുപേര് സംസാരിക്കുന്നതായിട്ടല്ല. ഷെരീഫ് ഒരാൾ വന്നു, ഒരാളും കൂടെ വേണം. ഞങ്ങളൊന്നും ഇവിടെ ഇല്ല. നിങ്ങൾ ക്ലാസ് റൂമിൽ ഫ്രീ ടൈമിൽ ഇരുന്ന് സംസാരിക്കുക. മാം, നമ്മുടെ ഇംഗ്ലീഷ് മാം എവിടെ? ഏതാണ് ഇംഗ്ലീഷ് മാം? ആരായിരുന്നു? നസ്ഫിയ മിസ്സിന് എന്തോ അത് കാരണം മാം വിട്ടു. പകരം നിങ്ങക്ക് വന്നില്ല ആരും? പകരം എനിക്ക് തോന്നുന്നു ജോബ് സാറാന്ന് തോന്നുന്നു കേട്ടോ വരുന്നത്. ആരായാലും വരും ഇംഗ്ലീഷ് എടുക്കാനായിട്ട്. മാം ആരും ഇല്ലെങ്കിൽ ഞാൻ വരാം. യെസ് പ്ലീസ്. വീഡിയോ ഓൺ ചെയ്യണം. ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്ത് ഓടി വന്നു. അതെയോ? ശരി ശരി. അപ്പൊ ഷെരീഫയല്ലേ? ഷെരീഫ എന്നല്ലേ പറഞ്ഞേ? ഷെരീഫ. ഷെരീഫെ വീഡിയോ ഓൺ ചെയ്യണം. നിങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നത് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇരുന്ന് കാണും. ഓക്കെ. തമ്മിൽ ഡിസൈഡ് ചെയ്തോളൂ ആദ്യം ആര് പറയുന്നത്. സുജാത. ഹായ്. ഹായ് ഷെരീഫ, ഹൗ ആർ യു? എന്തൊക്കെ സുഖല്ലേ? സുഖായിരിക്കും. എന്താ വിളിക്കണ്ട അറിയില്ല. അയ്യോ, പേര് വിളിച്ചാ മതി, നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേ. വയസ്സ് എനിക്കിപ്പോഴും ഷെരീഫിനെക്കാട്ടിലും വയസ്സ് കുറവാ. അതെ, ഞാൻ അങ്ങനെ ചിന്തിക്കണം. കൂടുതലാണെങ്കിലും ഞാൻ കുറവായിട്ട് ചിന്തിക്കണം. പേര് വിളിച്ചാ മതി, ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട. ഷെരീഫ ഏത് സ്കൂളിലാ പഠിച്ചത്? ഞാൻ താഴെക്കോട് സ്കൂളില് PTMHS. ഏതാ സ്ഥലം? സ്ഥലം പെരിന്തൽമണ്ണയാണ് വീട്. കല്യാണം കഴിച്ചത് അലനല്ലൂരാണ്. ഞാൻ സ്കൂളിൽ പോയത് താഴെക്കോട്. അവിടെ ഇളയമ്മ ഇളപ്പൊക്കെ ടീച്ചേഴ്സ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ പോയി. 5ാം ക്ലാസ് മുതൽ അവിടെ ആയിരുന്നു. പിന്നെ ബസ്സിലാണ് പോയിരുന്നത്. അവിടേക്ക് കുറച്ച് ലോങ് ഉണ്ട്, എന്നാലും അവരവിടെ ഉണ്ടല്ലോ വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ പോയി. അവിടെ ഉമ്മാന്റെ അനിയത്തി അനിയനൊക്കെ അവിടെ ആയിരുന്നു. പിന്നെ നീ എവിടെയായിരുന്നു? ഏത് സ്കൂളിലെ സ്ഥലം എവിടെ? ഞാനിവിടെ തൃശ്ശൂരാണ്. തൃശ്ശൂര് കോലഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് ചിന്മയ വിദ്യാലയയില് ഞാൻ പഠിച്ചത്. ഞാന് 1ാം ക്ലാസ് തൊട്ട് 10th വരെ അവിടെ തന്നെയായിരുന്നു. ഒരേ സ്കൂളിൽ തന്നെ? ഒരു സ്കൂളിൽ തന്നെയാണ്. ഞാൻ എന്താ പറയാ, നടന്നിട്ട് പോവാനുള്ള ദൂരേ ഉള്ളൂ. വാക്കിംഗ് ഡിസ്റ്റൻസ് ആണ് വീട്ടിലേക്ക്. ഞാൻ ഇടയ്ക്ക് ഇംഗ്ലീഷ് പറയട്ടെ? കുഴപ്പമില്ലല്ലോ? തിരിച്ചു പറയാൻ ശ്രമിക്കുമോ? നമുക്ക് അങ്ങനെ നോക്കാം, തെറ്റിയാലും കുഴപ്പമില്ല. ഓക്കെ. ഞാന് പറഞ്ഞ പോലെ കൊറേ ലോങ് ആയിട്ടാണ് പിന്നെ വീണ്ടും ഇതിക്ക് വന്നത്. അതുകൊണ്ട് എനിക്ക് ഒന്ന് ഇംഗ്ലീഷിൽ
അപ്പൊ ഈ ക്ലാസ് കേട്ടിട്ട് കുറെ എന്നാലും പറയണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട്. പക്ഷെ അപ്പൊ ഞാൻ ചില വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് തുടത്തി. ഇപ്പൊ ഈ മോണ്ടിസോറി തുടങ്ങി ഈ ഒരു വർഷം ആവണ്ടേ. +1 +2 ഒക്കെ 22 വർഷമായി 10ാം ക്ലാസ് കഴിഞ്ഞിട്ട്. അന്ന് 304 മാർക്ക് കിട്ടിയിരുന്നു. പക്ഷെ പിന്നെ ഓരോ സാധനം വെച്ചിട്ട് അവിടെ സ്റ്റോപ്പായി എനിക്ക്. പിന്നെ ഇപ്പൊ ഞാൻ +1 അപേക്ഷിച്ചപ്പോ SSLCന്റെ സർട്ടിഫിക്കറ്റ് കണ്ടിട്ട് സാറന്മാരൊക്കെ അന്തം വിട്ടു. ഇത്രയും മാർക്ക് കിട്ടിയിട്ട് എന്ത് പഠിക്കായിരുന്നു ചോദിച്ചിട്ട്. പക്ഷെ അന്ന് എല്ലാവർക്കും 10ാം ക്ലാസ് കഴിഞ്ഞാ വീട് നിറഞ്ഞു നിൽക്കാണ് എന്നൊക്കെ പറഞ്ഞ് കല്യാണം വരായിട്ട് ആകെ ഇടങ്ങേറായിട്ട് അപ്പൊ അങ്ങനെ കല്യാണം കഴിച്ചു വിട്ടു. പിന്നെ എനിക്ക് പഠിക്കണമെന്നുള്ള ആഗ്രഹം എന്റെ മനസ്സിലുണ്ടായിരുന്നു. അത് വെച്ച് അങ്ങനെ ഞാൻ എപ്പോഴും ചോദിക്കും. ഓരോ ഒരു കുട്ടിയായപ്പോ വീണ്ടും ചോദിച്ചു, ഒന്ന് പോട്ടെ, 10ാം ക്ലാസ് കഴിഞ്ഞല്ലോ, പാസ്സാവും ചെയ്തു, ഒന്ന് പോട്ടെ, +2 കഴിഞ്ഞാൽ പിന്നെ നിർത്തിക്കോളാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ വീട്ടിലത്തെ ആൾക്ക് അത്ര ഇഷ്ടം ഉണ്ടായിരുന്നില്ല, ഉമ്മാക്ക് ഇഷ്ടം ഉണ്ടായില്ല, അമ്മായിമ്മക്ക്. അപ്പൊ പിന്നെ എല്ലാരും അവിടെ നിന്ന് ഇങ്ങനെ പഠിക്കാം. അവരെ കുട്ടികളൊക്കെ പോകുന്നുണ്ട്. അവരെ കുട്ടികൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +1 +2 അവര് TTC എടുക്കണു, Let me B.Pharm intervene. ഞാൻ ഇടപെട്ടോട്ടെ. മാറ്റർ മാറിപ്പോയില്ലേ? നിങ്ങളുടെ സ്കൂളിനെ പറ്റി പറയൂ. 3 മിനിറ്റ്സേ സമയമുള്ളൂ. ബാക്കി കഥ നമുക്ക് പിന്നെ. സ്കൂളിലെ ഏറ്റവും ഫേവറേറ്റ് ടീച്ചർ ആരായിരുന്നു? ഏറ്റവും ഇഷ്ടമുള്ള ടീച്ചർ മാത്സിന്റെ സാറായിരുന്നു. എനിക്ക് ഇഷ്ടല്ലേ ആ സാറ് ക്ലാസ് എടുത്ത് നല്ല മനസ്സിലായിരുന്നു. നല്ല ഉഷാറായിട്ട് ക്ലാസ് എടുക്കാൻ കഴിയും. പിന്നെ സോഷ്യലിന് ഒരു സാർ ഉണ്ടായിരുന്നു. ആ സാർ ഇതേപോലെ ഇംഗ്ലീഷിനും അവര് നല്ലോണം നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കാൻ നമുക്ക് തോന്നുക അവര് ക്ലാസ് എടുക്കണ കണ്ടാല്. അത്രേ നമുക്ക് ഇങ്ങോട്ട് മനസ്സങ്ങോട്ട് കൊടുക്കുക. ഒരു കഥയൊക്കെ ആയാലും നല്ല ആക്റ്റീവായിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ കേട്ടിരിക്കാൻ തോന്നും. പിന്നെ കെമിസ്ട്രിക്കും ബയോളജി അതിന് രണ്ടിലും ഓരോ ടീച്ചേഴ്സ് ആയിരുന്നു. ടീച്ചേഴ്സ് ആ മുന്നിൽ 2 ബെഞ്ച്, ഫസ്റ്റ് ബെഞ്ചിന് ആൺകുട്ടികളെ, ഫസ്റ്റ് ബെഞ്ചിന് പെൺകുട്ടികൾക്ക്. അവരെ ഒന്നുകൂടി അറിയുന്ന കുട്ടികളെ കൊണ്ട് അവർക്ക് ഒരു ഇഷ്ടം തോന്നും. അപ്പൊ അവരങ്ങനെ ഇരിക്കും. നമുക്ക് അതുകൊണ്ട് ആക്കി തരാനിങ്ങോട്ട് അറിയണില്ല, നമുക്കത് മനസ്സിലാവണില്ല. അപ്പൊ പിന്നെ നമ്മളത് ആ ക്ലാസ് വരുമ്പോ, ആ പീരീഡ് ഒക്കെ വരുമ്പോ നമുക്ക് ദേഷ്യം ആ ക്ലാസ് ഇരിക്കാനും കഴിയില്ല. പിന്നെ അവർക്ക് നല്ല പഠിക്കുന്ന കുട്ടികളുടെ ഒരു പ്രത്യേക ആയിരിക്കും. അപ്പൊ ഞമ്മക്ക് അങ്ങോട്ട് എടുക്കാൻ കഴിയില്ലായിരുന്നു. അതിൽ കുറച്ച് മാർക്ക് കുറവാവും അതില്. പിന്നെ അറബി സാറൊക്കെ, ഉറുദു ഞാൻ എടുത്തിരുന്നത് സബ്ജക്റ്റ്. അതിൽ പിന്നെ എന്തായാലും നമുക്ക് ഫുൾ മാർക്ക് ഉണ്ടാവും. അത് കുറച്ച് വേഗം നമുക്ക് മനസ്സിലാവാല്ല. ഇനി അറബി ആയാലും മലയാളം ആയാലും ഒക്കെ സബ്ജക്റ്റ് നമുക്ക് പെട്ടെന്ന് കഴിയും. പിന്നെ മലയാളം സെക്കൻഡും അത് നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ഭാഷ വായിച്ചാല് എനിക്ക് മലയാളത്തിനോട് പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്. അതുകൊണ്ട് ഇപ്പൊ +1 ഇപ്പൊ പഠിച്ചപ്പോഴും 100ൽ 100 കിട്ടിയിരുന്നു. +2ലും 100ൽ 100 മാർക്ക് കിട്ടി മലയാളം സെക്കൻഡില്. അത് എനിക്ക് അറിയണില്ല, എഴുതാൻ എനിക്കാണ് വൈക്കും. അതുകൊണ്ട് ഫുള്ള് മാർക്കാണ്. അത് 10ാം ക്ലാസ്സിലായാലും 9ൽ 8ലൊക്കെ എനിക്ക് അങ്ങനെ മാർക്ക്. കുറച്ച് കെമിസ്ട്രിയിലുള്ള കുറച്ച് ബാക്കിൽ പോയിരുന്നത്. അത് ടീച്ചേഴ്സിന്, ചില ടീച്ചർ വരുമ്പോ തന്നെ നമുക്കൊരു ഇഷ്ടാവുമല്ലോ. ആ ടീച്ചർ വരുമ്പോ നമുക്കൊരു ദേഷ്യാവും വരുമ്പോ. അവളുടെ അത് സബ്ജക്റ്റ് പഠിക്കാൻ തന്നെ ഒരു ഇഷ്ടം തോന്നില്ല. അങ്ങനെയൊക്കെ പിന്നെ നല്ല പാട്ട് പാടിയിരുന്നു. പിന്നെ ഡാൻസ്, സ്പോർട്സ്, ആർട്സ്, അതിനൊക്കെ നല്ല ആക്റ്റീവ് ആവും. പഠിപ്പിന് കുറച്ച് പുറകിലായി, ഇതിന് നല്ല മുന്നിൽ പോകും. കുറെ സർട്ടിഫിക്കറ്റുകളും മെഡലൊക്കെ ഉണ്ടായിരുന്നു. അതിന് നല്ല ആക്റ്റീവ് ആവും. ഡാൻസ് കളിക്കാനും സ്പോർട്സിന് ഷോർട്ട് പുട്ട് എറിയാനൊക്കെ. അത് മക്കളും അതേപോലെ നല്ല ഉഷാറായി. എന്റെ പോലെ അതിന് നല്ല ഉഷാറുണ്ട്. അവര് പഠിപ്പിന് കുഴപ്പമില്ല. ഞാന് പഠിച്ച സ്കൂള് സ്വാമി ചിന്മയാനന്ദജിയുടെ സ്കൂളാണ്. സ്വാമിജിയാണ് അതിന്റെ ഫൗണ്ടർ. അപ്പോ ഞങ്ങക്ക് കൂടുതലും കുറച്ച് സ്പിരിച്വൽ കാര്യങ്ങൾ കുറച്ച് കൂടുതലാ. ഭക്തി, അതൊരു പീരീഡ് ഉണ്ട്. ഭഗവത്ഗീത പഠിക്കണം. അതൊക്കെ എന്റെ സ്വഭാവം ഒരുപാട് മാറ്റാൻ സ്കൂൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ എങ്ങനെ നല്ല രീതിക്ക് പോകണം, ഒരാളെ കാണുമ്പോ എങ്ങനെ നമ്മൾ പെരുമാറണം, നമ്മുടെ ബിഹേവിയർ, ക്യാരക്ടർ, അത് ഞാൻ ഇപ്പൊ എന്തെങ്കിലും എന്റെ നല്ല ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ അത് എന്റെ അച്ഛനും അമ്മയും കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ സ്കൂളിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്, സ്കൂളിലെ ടീച്ചേഴ്സ്. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് ആ ടീച്ചേഴ്സായിട്ട് അത്ര ബോണ്ടിങ് ഉണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ അന്നൊക്കെ നമുക്ക് ഇപ്പോഴും നമ്മുടെ ഗുരുക്കന്മാരെ കണ്ടാൽ നമ്മളൊന്ന് കാലുതൊട്ട് തോഴും. നമ്മൾ ആ ഒരു റെസ്പെക്ട് എപ്പോഴും ഉണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആ ടീച്ചർ അതിൽ കൂടെ പോണാണ്ട് അവര് ഈ സൈഡിൽ കൂടെ ഒതുങ്ങി മാറിപ്പോവും. പക്ഷെ നമ്മൾ എവിടെ വെച്ച് കണ്ടാലോ ടീച്ചേഴ്സിന്റെ അടുത്ത് ചെല്ലും. അതെന്താ വെച്ചാൽ അന്നത്തെ അവര് നമ്മളായിട്ടുള്ള ബോണ്ടിങ് അത്ര കൂടുതലാണ്. പിന്നെ ആ സ്കൂള്, ആ ടീച്ചേഴ്സ് നമ്മളെ
നമ്മളെ ഇന്നത്തെ ഞാനാക്കി മാറ്റിയത് സ്കൂളാണ്. നമ്മളെ ക്യാരക്ടർ നന്നായി ബോണ്ട് ചെയ്തിട്ട് ഇപ്പോഴും നമ്മൾ ഒരാളോട് പെരുമാറേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മളെ പഠിപ്പിച്ചു തന്ന് എന്നെ ഞാനാക്കി മോൾഡ് ചെയ്തെടുത്തത് സ്കൂളാന്ന് പറയാം. അതുകൊണ്ട് എന്റെ ഏറ്റവും നല്ല മെമ്മറീസ് സ്കൂളിലാണ്. ഏറ്റവും നല്ല മെമ്മറീസ് സ്കൂളിൽ തന്നെയാണ്. അപ്പോ സ്കൂളിൽ എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും നമ്മുടെ ഒരു സെക്കൻഡ് ഹോം തന്നെയാണ്. ഇപ്പോഴും പോകുമ്പോ നമുക്ക് ആ സ്കൂള് കാണുമ്പോ ഒരു എന്താ ഫീൽ ഇപ്പൊ നമുക്കൊരു ചെറിയ അറിവ് പറഞ്ഞു തരുന്ന ഒരാളെ നമുക്ക് റെസ്പെക്ട് ചെയ്യാൻ തോന്നുന്നത് നമ്മൾ ആ വന്ന വഴികളാണ്. അതെ അതെ. പഠിപ്പ് മാത്രമല്ല, സ്കൂളിൽ നിന്ന് നമുക്ക് പഠിപ്പ് മാത്രമല്ല കിട്ടേണ്ടത്, ഒരുപാട് വേറെയും കുറെ ഗുണങ്ങൾ നമുക്ക് കിട്ടാണ്ട് സ്കൂളിൽ നിന്ന്. അതൊക്കെ നമ്മുടെ സ്കൂളാണ് അത് ഓരോരുത്തർക്കും ഓരോ കുട്ടികൾക്കും അത് ഇനി അപ്പൊ അന്ന് ആ 10ൽ ഇത്രയും മാർക്ക് കിട്ടിയതും അതുകൊണ്ടാണല്ലോ, നമ്മുടെ സ്കൂളിനോടുള്ള ടീച്ചേഴ്സിനോടുള്ള ഇഷ്ടം. അതെ, സ്കൂൾ എന്ന് പറഞ്ഞാൽ ഇന്നും നല്ല ഓർമ്മ തന്നെയാ. ഏറ്റവും വലിയ ജീവിതം നമ്മളെ സ്കൂൾ ജീവിതം, അതിലപ്പുറം ഒരു ജീവിതമല്ല. ഏറ്റവും വലുത് അതാണ്, ആ സ്കൂൾ ജീവിതമാണ് നമുക്ക്. അത് ഇപ്പോഴും നമ്മള് എന്താ ഓരോ വർഷമാകുമ്പോൾ നമ്മൾ കൂടുമ്പോൾ നമുക്ക് ആ ഒരു ഫീലിംഗ് വരും. എല്ലാരും കൂടുമ്പോ നമുക്ക് സ്കൂളത്തെ ആ ഒരു കുട്ടിയായിട്ട് ഇപ്പൊ 38 വയസ്സായിട്ട് ഞാനിപ്പോ തുല്യതയിൽ പഠിച്ചതാണ് +1. ആ ക്ലാസ്സിൽ 10 മണിക്കാ ക്ലാസ് തുടങ്ങി 4 മണി വരെയാണ്. ആ ക്ലാസ്സിൽ കയറിയാല് നമ്മൾ അന്നത്തെ 15 വയസ്സിൽ 16 വയസ്സ് കഴിഞ്ഞിട്ട് 17ാം വയസ്സിൽ +1 ഇരിക്കണ അതേ ഫീലാണ് ഈ 38 വയസ്സിൽ ഞാൻ ഇരുന്ന്. അപ്പൊ എല്ലാരും ചോദിക്കും ഇമ്മ എങ്ങനെയാ അവിടെ ഇരിക്കാൻ കഴിയണ്ടേ? ഇവിടുത്തെ ഓരോന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. ആ ക്ലാസ്സിൽ കയറിയാല് 2 വർഷം ഇപ്പൊ ഞാൻ പഠിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഭയങ്കര കുട്ടികൾക്കൊക്കെ നല്ല ഫീലിംഗ് ആയിരുന്നു കഴിഞ്ഞപ്പോ. നമുക്ക് സാറന്മാരൊക്കെ ഞങ്ങളെ താഴെയല്ലേ, വയസ്സിന് താഴെ 25 വയസ്സ് ഒക്കെ ഉള്ള സാറന്മാരെ പഠിപ്പിക്കണേ. പക്ഷെ നമ്മളവിടെ കുട്ടിയെ ആയി വരും, 17 വയസ്സായ ആളാവും ഈ 38 വയസ്സിൽ +1ഉം +2 ഞാൻ പഠിച്ചപ്പോ. എനിക്ക് അങ്ങനെ തോന്നി, വീണ്ടും ഉണ്ടായെങ്കിൽ എന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ പിന്നെ ഹൗ ഓൾഡ് ആർ യുല് പറയണ്ടല്ലോ, ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്ന് പറയുന്ന പോലെ തന്നെ വയസ്സ് ഒരു നമ്പർ മാത്രമാണ്. നമ്മുടെ മരണം വരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക, എന്നൊരു വിദ്യാർത്ഥിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക, സ്റ്റുഡന്റ് ആയി ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എളിമയും. നമുക്ക് ഒരുപാട് പഠിക്കാനും പറ്റും നമുക്ക്. ഞാൻ അങ്ങനെയാ വിശ്വസിക്കുന്നത്. എന്നും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ദിവസം കടന്നു പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ അധികവും നമ്മുടെ മക്കളുടെ അടുത്ത് നിന്നാവും പഠിക്കണത്. എനിക്കിപ്പോ എത്രയും വാക്കുകൾ ഈ മോണ്ടിസോറി ഞാൻ എവിടെ വേണേലും പറയും. മോണ്ടിസോറി ക്ലാസ് ഞാൻ കേട്ടിട്ട് എനിക്ക് എത്രയും ഇംഗ്ലീഷ് വാക്കുകൾ പറയാനും ഞാൻ അറിയാതെ തന്നെ ഓരോരുത്തരോട് പറയുന്നുണ്ട്. എന്റെ വലിയ മോള് എഞ്ചിനീയറിംഗ് പഠിക്കുകയാണ്. അവള് ചോദിച്ചു ഈ മോണ്ടിസോറിത്തെ ടീച്ചേഴ്സ് നല്ല ക്ലാസ് ഇട്ട് തരുന്നുണ്ടില്ലേ എന്ന് പറയും. അവള് കുറച്ചേരം ഇരുന്ന് കേൾക്കുക. അപ്പൊ ഇത്തിരി സിമ്പിളായിട്ട് അവർ പറയുമ്പോ തന്നെ നമുക്ക് അറിയുന്ന പോലെ തോന്നും. നിങ്ങളിപ്പോ ഇംഗ്ലീഷ് പറയാതെ തുടക്കുമെന്നും കൂടി ചോദിക്കലുണ്ട് എന്നോട്. മോണ്ടിസോറി അത്ര ബെസ്റ്റ് ആണ്, എന്റെ അറിവിൽ എനിക്ക് ബെസ്റ്റ് ആണത് ഈ ക്ലാസ് മോണ്ടിസോറി. ഒരു നാണക്കേട് വേണ്ട, എനിക്ക് അങ്ങനെ തോന്നണേ. ഇപ്പൊ ഞാനും ഭയങ്കര ഇംഗ്ലീഷ് അറിഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ നമ്മള് സംസാരിക്കുക, എന്നാലും തന്നെ നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്പ് ആവുള്ളൂ. അതെ അതെ. ഓക്കെ, ഞാൻ യൂട്യൂബിലൊക്കെ ക്ലാസ് രണ്ടുപേർക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. നല്ലൊരു ഫ്രൂട്ട് ഗ്യാതറിംഗ് ആയിരുന്നു. സോ എനിക്ക് ഞാൻ മിസ് ഇവിടെ നോക്കി നിൽക്കണ അറിഞ്ഞില്ല, അറിയാതെ ഞങ്ങൾ അങ്ങനെ സംസാരിച്ചു. മനസ്സിലായി. വീട്ടിൽ ആരെങ്കിലും കേട്ടോ? അതാണ് ഞാൻ ഇടയ്ക്കൊന്ന് ഇടപെട്ടത്. ഇല്ല വീട്ടിൽ റൂമില് വാതിലടച്ചിരിക്കണം. എനിക്ക് ഇപ്പോഴും സങ്കടമാണ് അത് ആലോചിക്കുമ്പോ. എന്റെ 22 വർഷം പോയത് ഞാൻ ഇപ്പോഴും ആലോചിക്കുമ്പോ സങ്കടമാണ്. അവരൊക്കെ 22 വർഷത്തെ നമ്മള് തിരിച്ചു കൊണ്ടുവരുമല്ലേ? അല്ല, ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇത്രയും കൊല്ലം ഞാൻ വെറുതെ ഇരിക്കുന്നതായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് ചാൻസ് കിട്ടിയത് നമ്മൾ നല്ലോണം പോലെ ഉപയോഗിക്കുക. ഈ കഴിഞ്ഞു പോയതൊന്നും ആലോചിക്കണ്ട, നമ്മുടെ ഫ്യൂച്ചറും പാസ്റ്റും ഒന്നും ആലോചിക്കണ്ട, നമ്മൾ പ്രസന്റിൽ ജീവിക്കുക. സോ ഇപ്പൊ ടീച്ചറായോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ 4 മാസം കഴിഞ്ഞാൽ ടീച്ചർ ആവും എന്ന് പറഞ്ഞു. മോണ്ടിസോറി ആയാലും ചെറിയ TTC ആയാലും ഞാൻ ചെറിയ ടീച്ചർ ആവുമെന്ന് എന്നോട് ചോദിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞു. അത് ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് ഇംഗ്ലീഷ് പഠിക്കാനുള്ളത് ഇങ്ങനെ ഓരോ കറി വെക്കുമ്പോഴും ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും ഒക്കെ ആ യൂട്യൂബിൽ അത് വെച്ചിരിക്കും. ഓരോ വേർഡ്സുകളും എങ്ങനെ പറയണമെന്നൊക്കെ ഞാൻ ആ യൂട്യൂബിൽ പഠിക്കലാണ് ഇപ്പോ. അത് എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാന്നൊരു ആഗ്രഹം വന്നു. അതുകൊണ്ട് ഞാൻ എപ്പോഴും കേൾക്കും ഓരോ യൂട്യൂബ് ക്ലാസ്. ഓരോ സാർമാർ എടുക്കുന്നുണ്ടല്ലോ ഇംഗ്ലീഷ്
വീട്ടമ്മമാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാവലുണ്ട് യൂട്യൂബിൽ അടിച്ചാൽ എല്ലാം അതും കിട്ടും. അപ്പൊ ഞാൻ എപ്പോഴും അത് കേൾക്കും. എനിക്ക് Okay. പഠിക്കണം അതുകൊണ്ട് കേൾക്കും. സോ ലേണിംഗ് മേക്സ് എവ്രി വൺ മോർ യങ് ആൻഡ് ബ്രൈറ്റർ അല്ലെ? കുറെ കൂടെ നമ്മളെ ചെറുപ്പാക്കുന്നു നമ്മള് പഠിക്കുക എന്നുള്ളത്. ഓ ശരിയാണ്, കറക്റ്റ് ആണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ചെറുപ്പമായിന്ന് നമുക്ക് തോന്നുന്ന ക്ലാസ്സിലൊക്കെ പോയാല് നമ്മൾ ചെറുതായി ഇത്ര വയസ്സുണ്ടെന്ന് ഒരിക്കലും തോന്നില്ല. നമ്മൾ എന്തായാലും എന്റെ മക്കളെ ഞാനിങ്ങനെ ആവൂല, അവരെ പഠിപ്പിക്കും. മോളിപ്പോ എഞ്ചിനീയറിംഗ് പഠിക്കുക, അവൾക്ക് താല്പര്യം, അവൾ പഠിക്കും. രണ്ടാമത്തെ മോന് പഠിക്കുന്നുണ്ട്. മക്കളെ എന്തായാലും നമ്മളെ ഈ ഒരു നിലയ്ക്ക് എത്തില്ല. അവര് പഠിച്ച് എന്തെങ്കിലും ആയിട്ട് തന്നെ കല്യാണം ഉണ്ടാക്കുമെന്ന് എന്റെ ജീവിതം കൊണ്ട് ഞാൻ തീരുമാനിച്ചതാണ്. അവളെങ്കിലും ഞാൻ പഠിപ്പിക്കുമെന്ന്. 4 മക്കളുണ്ട്, 4 എന്തെങ്കിലുമൊക്കെ ഒരു കറക്റ്റ് ആക്കണം. നമ്മൾക്ക് കഴിയണ വലിയ നിലയിലെത്തില്ലെങ്കിലും അവരനുസരിച്ചിട്ടുള്ളൊരു ഇതുണ്ടല്ലോ. എൻട്രൻസിന് പഠിച്ചാല് ഗവൺമെന്റ് കോളേജിൽ ചേരാല്ലോ. അപ്പൊ അവള് അത്ര കഠിന അധ്വാനം ചെയ്യാണ്. ഫീസ് കൊടുക്കാൻ നമ്മൾ സാധാരണക്കാരാണ്. അപ്പൊ ഫീസ് കൊടുത്ത് പഠിക്കണമെങ്കിൽ എന്തായാലും 1.5 ലക്ഷം റുപ്യ 1.25 ലക്ഷം റുപ്യ വേണം എഞ്ചിനീയറിങ്ങിന്. അപ്പൊ അവൾക്ക് എഞ്ചിനീയർ ആവണം എന്നൊരു താല്പര്യം. അപ്പൊ അവള് പറഞ്ഞു എൻട്രൻസിന് വിടുമോ, പിന്നെ നിങ്ങളെ കൊണ്ട് പൈസ ചെലവഴിച്ചില്ല, ഞാൻ എന്തായാലും പഠിച്ചിട്ട് ഗവൺമെന്റ് കോളേജിൽ തന്നെ എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അവളെ താല്പര്യത്തിൽ അവള് പഠിക്കണം. അവള് നോക്കുന്നുണ്ട്. ഇനി പഠിച്ചോന്റെ അടുത്താണ് ബാക്കി കാര്യമൊക്കെ. കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട്. 1 വർഷം ഏതായാലും അവള് പഠിക്കും. എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ വരും. നമുക്ക് നോക്കാം, എല്ലാം നല്ല ഭംഗിയാവും. ഓക്കെ ഫൈൻ. അപ്പൊ നമ്മള് പഠിച്ച എൻവയോൺമെന്റിനെ കുറിച്ച് എല്ലാവരുടെയും മനസ്സിലേക്ക് വന്നു കാണുമല്ലോ. നമുക്ക് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ പിന്നെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. എവിടം വരെ ആയി എന്നുള്ളത് എനിക്ക് എത്ര ഓർമ്മയില്ല. നിങ്ങൾക്ക് വല്ല ഓർമ്മയുണ്ടോ നമ്മൾ എന്താ പറഞ്ഞ് ലാസ്റ്റ് നിർത്തിയത്? ഞാൻ റെക്കോർഡ് എന്തെങ്കിലും ബാക്കി പറയാനുണ്ടോ? റെക്കോർഡിൽ എന്തെങ്കിലും കാര്യങ്ങൾ ബാക്കി പറയാനുണ്ടായിരുന്നോ? റെക്കോർഡിൽ ലാസ്റ്റ് പറഞ്ഞത് എഴുതേണ്ട ഓരോ കാര്യങ്ങള്, കഥകളും, സോങ്ങിലൂടെ കഥ പറയേണ്ടത്, അങ്ങനെയൊക്കെ പറഞ്ഞത്. ഞാൻ ടീച്ചറെ എന്തോ അത് ടീച്ചർ കഴിഞ്ഞ ദിവസം സ്റ്റോറിയുടെ ഇത് പറഞ്ഞില്ലേ, ഞാൻ ലൈറ്റ് അത് 3ാമത്തെ റെക്കോർഡാണോ? 4 റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് തന്നു. അത് നിങ്ങൾക്ക് ഏത് ഓർഡറിൽ എഴുതാം, 3 2 ഒന്നും വിചാരിക്കണ്ട. നമ്മൾക്ക് എങ്ങനെയാണോ നമ്മുടെ മനസ്സിൽ വരുന്ന അതിനനുസരിച്ച് എഴുതാം. ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് മിക്കവരും അല്ലെ? അത് കംപ്ലീറ്റ് ആയി. രണ്ടാമത്തെ ഇപ്പോ മോറൽ സ്റ്റോറീസ് പറഞ്ഞല്ലോ ടീച്ചർ. മോറൽ സ്റ്റോറീസ് മറ്റേ കുറെ സ്റ്റോറീസിന്റെ ഇത് പറഞ്ഞല്ലോ. ഞാൻ ചോദിച്ചത് അത് 2ാമത്തെ റെക്കോർഡാണ് 3ാമത്തെ റെക്കോർഡായിട്ടാണോ എഴുതേണ്ടതെന്ന് ചോദിച്ചത്. അതായത് റൈമും ഉണ്ട്, സ്റ്റോറിയും ഉണ്ട്, പിന്നെ കിഡ്സ് ആക്ടിവിറ്റി ബുക്ക് അല്ലെ? പിന്നെ പറഞ്ഞത് കളക്ഷൻ കിഡ്സ് ആക്ടിവിറ്റി ബുക്ക്. ഓക്കെ, അത് നിങ്ങൾക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും എഴുതാം. ഇപ്പൊ കിഡ്സ് ആക്ടിവിറ്റി തോന്നുന്നെങ്കിൽ അങ്ങനെ എഴുതാം. അത് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു റൈമിന്റെ ഒരു ത്രെഡ് മനസ്സിലേക്ക് വന്നു, വേഗം ഓടിപ്പോയി ആ റെക്കോർഡിൽ അത് എഴുതി വെക്കാം. അതുകൊണ്ടാണ് ഞാൻ അത് ഒരുമിച്ച് തന്നത്. റൈം സ്റ്റോറി 2 റെക്കോർഡാണോ? അതെ അതെ, റൈം ഒരു റെക്കോർഡും സ്റ്റോറി വേറെ റെക്കോർഡ്. 5 റെക്കോർഡാണുള്ളത്. ഞാൻ ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ട്, ഓർഡർ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ല എന്റെ ഫോണിലത് ഇതായി പോയായിരുന്നു. ഇപ്പൊ വന്നത് കിടക്കണില്ല. 24 മണിക്കൂർ നോക്കുമ്പോഴേ അത് ഇതായി പോവുക. അപ്പൊ അതെന്തോ സിസ്റ്റം മാറി കിടന്നതാ. നമ്മള് ക്ലാസ് റൂമിൽ മാത്രമാണ് അങ്ങനെ കട്ടായി പോണത്. ഞാൻ നോക്കിയത് ശരിയാക്കിക്കോളാം. മൈ കളക്ഷൻ ബുക്ക് ആയിരിക്കും നിങ്ങൾ ആദ്യം ചെയ്തത് അല്ലെ? അത് ചെയ്തു. അതൊരു റെക്കോർഡ്. അതിൽ കുറച്ച് പേജ് ബാക്കിയുണ്ട്. അപ്പൊ എന്ത് ചെയ്യണ്ടേ? എന്തെങ്കിലും ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് എന്തെങ്കിലും കൂടുതൽ എഴുതാൻ പറ്റുമെങ്കിൽ എഴുതിക്കോളൂ, ഫില്ല് ചെയ്തോളൂ. അതൊന്നും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് മാത്രം എഴുതിയാൽ അത് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അടുത്തത് റൈം ബുക്ക്, ഇല്ലുസ്ട്രേറ്റഡ് ആക്ഷൻ റൈം ബുക്ക്, പിന്നെ ഇല്ലുസ്ട്രേറ്റഡ് ആക്ഷൻ സ്റ്റോറി ബുക്ക്, then puzzles and other kids activities. ഡിജിറ്റൽ പെയിന്റിങ്. ഇലസ്ട്രേറ്റഡ് ആക്ഷൻ റൈം ബുക്കിനകത്ത്
ABCDM വരെ ഉണ്ടല്ലോ മാം. അപ്പൊ നമ്മൾ ആ ആ. M വരെ ഉള്ളതും ഫുള്ള് ഓരോ തീമാണ്, ഓരോ തീമിനനുസരിച്ചുള്ള റൈംസ് പ്രിപ്പയർ ചെയ്ത് എഴുതണം. ഞാനത് ഓരോന്നായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ അതെ പറഞ്ഞു മാം. തന്നു. അതായത് ഈ M വരെ ഉള്ള പലതും എഴുതണം. എഴുതണം. ഓക്കെ ഓക്കെ. പിന്നെ അതെങ്ങനെ ആ. മാം അതൊന്ന് പറയേ, അതെങ്ങനെയാണ് എന്താണ് എം വരെ എഴുതണ്ടേ പറഞ്ഞേ? ഒരു മിനിറ്റ്, ഞാനിതിപ്പോ ഷെയർ ചെയ്യാട്ടോ. ഞാൻ ഫസ്റ്റ് പേജിൽ 5 റെക്കോർഡ് ബുക്കിന്റെ പേര് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഒരു റെക്കോർഡ് ബുക്ക്, മൈ കളക്ഷൻ ബുക്ക് ഓൾറെഡി നമ്മൾ എല്ലാവരും തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്, അത് പറഞ്ഞു. രണ്ടാമത്തെ പേജിൽ ഞാൻ റൈം ബുക്കാണ് എഴുതിയിരിക്കുന്നത്, ഇല്ലുസ്ട്രേറ്റഡ് ആക്ഷൻ റൈം ബുക്ക്. ഈ എം എന്ന് ഉദ്ദേശിച്ചത് ഞാൻ ഈ ഓരോന്നിനെ നമ്പർ ഇട്ടുവല്ലോ, 1 2 3 ഇടുന്നതിന് പകരം ABCDEFGH എന്ന് പറഞ്ഞ M വരെ ഇട്ടു. അപ്പൊ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. 2 എണ്ണം വീതം ആൽഫബറ്റിക്കൽ സോങ്സ് 2 each, നമ്പർ സോങ്സ് 2 each, അങ്ങനെ ക്യാപ്സൂൾ പോയംസ് 2 each, അങ്ങനെ പറഞ്ഞ് റൈം നമുക്ക് 2 എണ്ണമെങ്കിലും വേണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എപ്പോഴും റൈമും സ്റ്റോറിയും എഴുതുമ്പോൾ കുട്ടികളുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്ന രീതിയിലുള്ള റൈമും സ്റ്റോറി എഴുതണം. നമ്മൾ വലിയ നല്ല കട്ടിയുള്ള ഇംഗ്ലീഷ് വാക്ക് യൂസ് ചെയ്തൊന്നും ചെയ്യരുത്. സിമ്പിൾ ഇംഗ്ലീഷിൽ എഴുതുക, കുട്ടികൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റണത്. 1 പ്രാവശ്യം 2 പ്രാവശ്യം കേൾക്കുമ്പോഴേ അത് അവരുടെ ഉള്ളിൽ, അവരുടെ മനസ്സിലേക്ക് അത് പെട്ടെന്ന് ചെല്ലണം. ആ രീതിയിൽ വേണം നമ്മൾ എഴുതാൻ. ഓക്കെ. പിന്നെ സ്റ്റോറിയിൽ ഒരു കഥ വീതമാണ് പറഞ്ഞത്. പിന്നെ സ്റ്റോറിയിൽ തന്നെ ഒരു സ്റ്റോറി സോങ് വരുന്നുണ്ടായിരുന്നു. പിന്നെ ഓരോ തീം പറഞ്ഞിരുന്നു. ഇതിൽ നിങ്ങൾക്ക് ഈ B എന്ന് കൊടുത്തിരിക്കുന്നത് ഏതെങ്കിലും സ്റ്റോറി അഡാപ്റ്റ് ചെയ്യാം. ഞാൻ എഴുതിയിരുന്നത് തെന്നാലി രാമന്റെ കഥയായിരുന്നു. അപ്പൊ വേറൊരു നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെന്നില്ല, അത് നമുക്ക് എടുക്കാം. പിന്നെ പിക്ചോറിയൽ സ്റ്റോറി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും അഡാപ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. നൊമാഡ് സ്റ്റോറി, അതും വേണമെങ്കിൽ ഏതെങ്കിലും നാടോടി കഥകൾ നിങ്ങൾക്ക് തന്നെ അഡാപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ സ്റ്റോറി ദാറ്റ് ഗീവ് സയന്റിഫിക് നോളജ്, അതും അഡാപ്റ്റ് ചെയ്യാം. പിന്നെ മോഡൽ ചൈൽഡ്ഹുഡ് സ്റ്റോറീസ് ഓഫ് ഗ്രേറ്റ് പീപ്പിൾ, അതും നിങ്ങൾക്ക് ഏതെങ്കിലും കഥ വലിയ ആൾക്കാരെ പറ്റി എഴുതാം. ബാക്കിയെല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ ഇതിനകത്ത് ഒരു ഓപ്ഷൻ ആയിട്ട് പറഞ്ഞത് P, ഹിസ്റ്റോറിക്കൽ ഒരു മിത്തോളജി സ്റ്റോറി, പിന്നെ പിക്ചോറിയൽ സ്റ്റോറി, നൊമാഡ് സ്റ്റോറി, സ്റ്റോറി ദാറ്റ് ഗീവ് സയന്റിഫിക് നോളജ്, മോഡൽ ചൈൽഡ്ഹുഡ് സ്റ്റോറി. എന്തോ ആ സിയുടെ മീനിങ് ഒന്ന് പറയാമോ? പിക്ടോറിയൽ സ്റ്റോറി. പിക്ചോറിയൽ സ്റ്റോറി അത് ഞാൻ തന്നില്ലായിരുന്നു, അത് ക്ലാസ്സിൽ പറഞ്ഞില്ലേ? പറഞ്ഞിരുന്നു മാം. അതൊന്നുമില്ല. നമ്മൾക്ക് വേണമെങ്കിൽ നമ്മളൊരു സ്റ്റോറി 2 രീതിയിൽ ആ സ്റ്റോറി നമുക്ക് എഴുതാം. അതായത് സ്റ്റോറി എഴുതുമ്പോൾ നമ്മളുടെ സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സ്, ക്യാറ്റ് ഉണ്ട്, റാറ്റ് ഉണ്ട്, മങ്കി ഉണ്ടെന്നൊക്കെ വിചാരിക്കുക. അപ്പൊ ആ വേർഡ് ക്യാറ്റ് എന്ന് വരുന്നിടത്ത് നിങ്ങൾക്ക് ക്യാറ്റിനെ ഒട്ടിച്ചു വെക്കാം, മങ്കി എന്ന് വരുന്നിടത്ത് മങ്കി ഒട്ടിക്കാം, ട്രീ ഉണ്ടെങ്കിൽ ട്രീ ഒട്ടിച്ചു വെക്കാം, പിന്നെ റാറ്റ് ഉണ്ടെങ്കിൽ ആ രീതിയിൽ പിക്ചോറിയൽ സ്റ്റോറി എഴുതാം. അല്ലെങ്കിൽ ഒരു 4-5 പിക്ചർ ഒട്ടിച്ചിട്ട് ഓരോ പിക്ചറിനും കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതാം. ഞാൻ അങ്ങനെയാണ് സ്റ്റോറി എഴുതിയിരുന്നത്. മാം കഥ പറയുമ്പോ അതിന്റെ ആർട്സിന്റെ പേര് എഴുതാതെ അവിടെ പിക്ചർ ഒട്ടിച്ചുകാണ്ട് എഴുതുക അല്ലേ? യെസ്, അങ്ങനെ ചെയ്യാം. അല്ലാതെ ഞാൻ വേറൊരു രീതിയിൽ എഴുതിയിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഓർഡറിലല്ല എഴുതിയിരിക്കുന്നത്, ഞാൻ തന്നിരിക്കുന്ന ഓർഡറിലല്ല ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നത്.
അതുകൊണ്ട് എവിടെയാന്നൊരു പിടി കിട്ടുന്നില്ല. ഇൻഡെക്സ് ഒന്നും ഞാൻ മര്യാദയ്ക്ക് എഴുതിയില്ല അന്ന്. മിസ്സേ ബാലരമയിലെ സ്റ്റോറി പോലെയല്ലേ ഉദ്ദേശിക്കണത്? അപ്പൊ അതെ അതെ ബാലരമയുടെ ഇതിലുള്ള പോലെ ഒരു പടം കൊടുത്തു കഴിഞ്ഞപ്പോ മായാവീര കഥകളില്ലേ അതുപോലെ അല്ലെ? അതെ അതെ. ഞാൻ ഈ സ്റ്റോറിയിൽ ഒരു 8 പിക്ചറാ കൊടുത്തിരുന്നത്. അപ്പൊ ഓരോ പിക്ചറിനും കറസ്പോണ്ടിങ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ഇവിടെ എഴുതി. രണ്ടാമത്തെ പിക്ചർ ഞാൻ എഴുതിയത് കുട്ടികള് പാർക്കിൽ കളിക്കുന്നു. ഫസ്റ്റ് പിക്ചർ അത് കഴിഞ്ഞപ്പോ ഒരു പാർക്കിൽ ഒരു മങ്കീനെ ഒരാള് അടിക്കുന്നതും അതിന്റെ കഴുത്തിൽ കയറിട്ട് കെട്ടിയിരിക്കുന്നതും കണ്ടു. അത് കഴിഞ്ഞപ്പോ ഒരു കുട്ടി പോയി അതിന്റെ അമ്മയെ വിളിച്ചു. അതാണ് അടുത്ത പിക്ചർ വന്നത്. പിന്നെ ഒരു കുട്ടി പോയി അതിന്റെ ചേച്ചിയെ വിളിച്ചു. എന്നിട്ട് പിന്നെ ഒരു കുട്ടി പോയി എന്റെ അച്ഛനെ വിളിച്ചു. പോലീസായിരുന്നു അയാൾ വന്നത്. അങ്ങനെയാണ് ഞാൻ പിക്ചർ ഒട്ടിച്ചിട്ട് കഥ, കൂടുതൽ സെന്റൻസുകളൊന്നും ഇല്ലാതെ ആ പിക്ചറിലൂടെ നമ്മൾ ആ കഥ മനസ്സിലാക്കുന്ന രീതിയിൽ. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കഥ എഴുതുമ്പോൾ ഇങ്ങനെ ക്യാരക്ടേഴ്സിന് പകരം പിക്ചർ ഒട്ടിക്കാം. അങ്ങനെയും നിങ്ങൾക്ക് പിക്ചോറിയൽ സ്റ്റോറി എഴുതാം. എന്ത് തന്നെയായാലും പിക്ചോറിയൽ സ്റ്റോറി നമുക്ക് അഡാപ്റ്റ് ചെയ്യാമല്ലോ. അഡാപ്റ്റ് ചെയ്യാം. അപ്പൊ കുഴപ്പമില്ല. കാരണം പിക്ചർ ആഡ് ചെയ്യണ്ടേ, അപ്പൊ അതെ അതെ എന്നിട്ട് എഴുതാൻ പറ്റൂലല്ലോ. അതെ ശരിയാ. മിസ്സേ പിന്നെ എന്താ പറയാ, നൊമാഡ് സ്റ്റോറിയും അഡാപ്റ്റ് ചെയ്യാം. തന്നെ എഴുതാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ സയന്റിഫിക് നോളജ് അത് അഡാപ്റ്റ് ചെയ്യാം. പിന്നെ സ്റ്റോറീസ് അബൌട്ട് ഗ്രേറ്റ് പീപ്പിൾ, ഞാൻ അംബേദ്കറിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, അത് എഴുതാം. പിന്നെ സയന്റിഫിക് നോളജ് വരുന്ന സ്റ്റോറി ഞാൻ എഴുതിയത് മറ്റേ എക്സ്റേ കണ്ടുപിടിക്കുന്നില്ലേ, റോൺജൻ, അതായിരുന്നു. രണ്ട് സൈഡും യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഇല്ലിസ്ട്രേറ്റഡ് സ്റ്റോറി ബുക്കും റൈം ബുക്കും ആണ്. ഇല്ലിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്ചർ ആണ്. അപ്പൊ ഓരോ കഥയ്ക്കും കറസ്പോണ്ടിങ് ആയിട്ട് പിക്ചർ ലെഫ്റ്റ് സൈഡിൽ വേണം. പിക്ചോറിയൽ സ്റ്റോറി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് സൈഡും എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. ബാക്കിയുള്ള കഥകൾ എഴുതുമ്പോൾ റൈറ്റ് സൈഡിൽ എഴുതുക, ലെഫ്റ്റ് സൈഡിൽ അതിന്റെ പിക്ചർ ഒട്ടിക്കുക. പിന്നെ ഡ്രാമ ഞാൻ എഴുതിയിരിക്കുന്നതില് കഥയിൽ എനിക്ക് 4 സീനാണ് ഡ്രാമയിലുള്ളത്. അപ്പൊ സീൻ 1 അങ്ങനെയല്ലേ നമ്മൾ നാടകം എഴുതുന്നത്? സീൻ 1, രംഗം 1 എന്നൊക്കെ പറഞ്ഞ മലയാളത്തിൽ കേട്ടിട്ടില്ലേ? ഇതിനകത്ത് ഞാൻ സീൻ 1 ഒരു കുട്ടിയുടെ പേര്, അതിന്റെ വീടാണ്. സീൻ 2 ഒരു പാർക്ക്, വീണ്ടും സീൻ 3 വന്നിട്ട് വീട്, പിന്നെ സീൻ 4 വന്ന് പാർക്ക്. അപ്പൊ നിങ്ങൾ ഡ്രാമ എഴുതുമ്പോൾ അങ്ങനെ വേണം. പിന്നെ ഡയറക്റ്റ് സ്പീച്ച് ആയിട്ട് എഴുതണം. അതായത് സീൻ 1-നകത്ത് മദർ, ഫാദർ, ഒരു മോള്, അങ്ങനെയാണ്. അപ്പൊ മദർ എഴുതിട്ട് ഫുൾ കോളൻ ഇട്ടിട്ട് മദർ പറയുന്നതായിട്ട് തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള സ്പീച്ച്, കോൺവെർസേഷൻ ആണ് നാടകത്തിൽ കൊടുക്കേണ്ടത്. അതാണ് ഡ്രാമയിൽ ശ്രദ്ധിക്കേണ്ടത്. നമുക്കിത് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഡ്രാമ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് എനിക്ക് ഓർമ്മയില്ല. ആ രീതിയിൽ വേണം. ഇപ്പൊ ഞാൻ എഴുതിയ സീൻ 1 വീടാണ്, ടീനാസ് ഹോം, അതായിരുന്നു. ഡ്രാമ ചെയ്തിട്ടില്ല. അതുവരെ ആ നാടോടിയുടെ വരെ പറഞ്ഞു എക്സ്പ്ലെയിൻ ചെയ്തത്. ഡ്രാമയും മൈമും നിങ്ങൾക്ക് പറഞ്ഞു തരാണ്ടായിരുന്നു തോന്നുന്നു. അപ്പൊ സീൻ 1 ടീനാസ് ഹോം എന്ന് പറഞ്ഞാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പൊ ആ സീൻ 1 കാണുമ്പോൾ നമുക്ക് അവിടെ എന്താണോ കാണുന്നത് അത് ആദ്യം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ടീന വാസ് പ്ലേയിങ് വിത്ത് ഹെയർ ഡോൾ ഇൻ ഹെയർ സ്റ്റഡി റൂം. ഹെർ പാരന്റ്സ് വാസ് സിറ്റിംഗ് ഇൻ ദി ലിവിംഗ് റൂം. അങ്ങനെ മദർ, പാരന്റ്സ് തമ്മിലുള്ള സംസാരമാണ് നെക്സ്റ്റ് കോൺവെർസേഷൻ. മദർ ഫുൾ കോൾ ഇട്ടിട്ട്, ലുക്ക്, no one is here for Tina to play. Let us go out somewhere. Father, where will we go? We are new to this place. Let me call my friends and ask them about any place for hangout. നമ്മൾ സാധാരണ കഥ എഴുതുന്ന പോലെയല്ല ഡ്രാമ എഴുതേണ്ടത്, മനസ്സിലായല്ലോ? അവിടെ ഡയറക്റ്റ് സ്പീച്ചിൽ, അതായത് ആൾക്കാർ സംസാരിക്കുന്ന പോലെ തന്നെ നമ്മൾ ഓരോരുത്തരുടെ മദർ, ഫാദർ, പിന്നെ ടീന, അങ്ങനെ രീതിയിൽ തന്നെ നമ്മൾ ഓരോ ക്യാരക്ടറിന്റെയും കോൺവെർസേഷൻ പ്രത്യേകം കാണിക്കണം. പിന്നെ സീൻ മാറുന്നതിനനുസരിച്ച് അത് മാറ്റണം. ഡ്രാമയ്ക്ക് പിക്ചർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, മൈമിനും ഡ്രാമയ്ക്കും പിക്ചറിന്റെ ആവശ്യമില്ല. സോ മൈം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആക്ഷൻ ആണ്. അവിടെ നമ്മൾ ഡയലോഗ്സ് പറയുന്നില്ല. അപ്പൊ നമ്മൾ ആ സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കണം. നമുക്ക് മൈം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കഥ നമ്മൾ എഴുതി വെക്കണം. അപ്പോ ഈ കഥയില് 3 ക്യാരക്ടേഴ്സ് ആണുള്ളത്. മൈമിനകത്ത് ഞാൻ എഴുതിയതില് ഒരു പെൺകുട്ടി, അവളുടെ പാരന്റ്സ്. അപ്പൊ അവര് വളരെ പുവർ ആണ്, പക്ഷെ എന്നാലും വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നു. കോബ്ലർ ആണ്, ടൈലർ ആണ്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ അവരുടെ ആക്ഷനിലൂടെ കാണിക്കാം.
കോബ്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെരുപ്പ് കുത്തി ഉണ്ടല്ലോ, ചെരുപ്പൊക്കെ നന്നാക്കുന്നതും ചെരുപ്പ് ഉണ്ടാക്കുന്നതും. യെസ്, മിസ് ഈ മൈം എന്ന് വെച്ചാലേ സിംഗിൾ ആണോ ഉദ്ദേശിച്ചത്? മോണോ ആയിട്ടൊക്കെ എന്തോ മിസ് ഈ മൈം എന്ന് വെച്ചാലേ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രസ് ഒക്കെ ഇട്ടിട്ട് ഫുൾ മുഖത്ത് വൈറ്റ് ഒക്കെ അടിച്ച് പല്ലൊന്നും കാണിക്കാതെ മൂകാംഗ നാടകം എന്ന് അതിനെ പറയാ. നാടകം തന്നെ മിണ്ടാതെ കൈകൊണ്ട് കാലുകൊണ്ട് ആക്ഷൻ മാത്രം കാണിച്ചിട്ട് പറയാം. ചില മൈമൊക്കെ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല പോലെ മനസ്സിലാവും. ചിലത് നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ആയില്ലെങ്കിലും ശരിക്കും നമ്മൾ ക്ലാസ് റൂമിലൊക്കെ മൈമൊക്കെ ചെയ്യേണ്ടതാണ്. അതിനൊന്നും പറ്റുന്നില്ലല്ലോ. കാരണം പലരും പലയിടത്തിരിക്കുമ്പോൾ നമുക്ക് വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു തീം ഉണ്ടാക്കിയിട്ട് വീട്ടിലുള്ളവര് ചെയ്യുവാണെങ്കിൽ, മക്കളൊക്കെ ചെയ്യുവാണെങ്കിൽ അങ്ങനെ കാണിക്കാം, അങ്ങനെയൊക്കെ മൈം ചെയ്യാം. അപ്പൊ ഇതിനകത്ത് ഒരു അമ്മയും അച്ഛനും ഒരു മോളും അവര് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു, പക്ഷെ വളരെ ഹാപ്പിയാണ്. അങ്ങനെ മോളുടെ ബർത്ത്ഡേ വരുന്നു. അതൊക്കെ നമുക്ക് മൈമില് ആക്ഷനിലൂടെ കാണിക്കാൻ പറ്റാവുന്ന ഒരു സ്റ്റോറി. ബർത്ത്ഡേ വരുമ്പോ അവളൊരു ഡോളിന് വേണ്ടിയിട്ട് വാശി പിടിക്കുന്നു. അപ്പോ അതിനുള്ള കാശ് അവരുടെ കയ്യിൽ ഇല്ല. അപ്പൊ അവര് അവളോട് വേറെ എന്തെങ്കിലും വാങ്ങിത്തരാന്ന് പറയുമ്പോൾ അവള് വാശി പിടിച്ച് ഭക്ഷണം കഴിക്കാതെ പോയി കിടക്കുന്നു. അപ്പൊ അച്ഛനും അമ്മയും കൂടെ സംസാരിക്കുന്നത് അവൾ ഓവർ കെയർ ചെയ്യാണ്. അമ്മ പറയണു നമുക്ക് പിഗ്ഗി ബാങ്ക്, നമ്മുടെ കാശിട്ട് വെക്കുന്ന കുടുക്കയില്ല, അത് പൊട്ടിക്കാം. അച്ഛൻ പറയുകയാണ് ഞാൻ എന്റെ വാച്ച് വിൽക്കാം. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള കഥകളൊക്കെ തന്നെയാണ്, നമ്മളുടെ രീതിയിലൊന്നും മാറ്റിയാൽ മതി. അങ്ങനെ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് ഇവള് ഓടി വരുവാണ്. എന്ന് പറയും വേണ്ട, അതൊന്നും ചെയ്യണ്ട. അവൾ കരഞ്ഞുകൊണ്ട് പറയാം നിങ്ങളുടെ സ്നേഹമാണ് എന്റെ വാല്യൂബിൾ ഗിഫ്റ്റ് എന്നും പറഞ്ഞിട്ട്. അങ്ങനെ അവരെ ഹക്ക് ചെയ്യുന്നതാണ്. അതോടുകൂടി കഥ തീരുക. അപ്പൊ നമ്മളൊരു സിമ്പിൾ സ്റ്റോറി ഉണ്ടാക്കി മൈമായിട്ട് നമുക്ക് അവതരിപ്പിക്കാനായിട്ട് പറ്റണം. ആ രീതിയിലുള്ള ഒരു തീമിലെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇതിന് രണ്ടും പിക്ചർ വേണ്ട, ഡ്രാമയ്ക്കും മൈമിനും. ഡ്രാമ സീൻ 1 സീൻ 2 അങ്ങനെ വേണം, കോൺവെർസേഷൻ വേണം, ഡയറക്ട് സ്പീച്ച് ആയിട്ട് ആ ഒരു രീതിയിൽ തന്നെ നോക്കുക. ഇത്രയും കാര്യങ്ങളായിരുന്നു റെക്കോർഡില്. പിന്നെയുള്ള റെക്കോർഡ് നിങ്ങളുടെ അപ്പാരറ്റസ് റെക്കോർഡ് ബുക്കാണ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ക്ലാസ്സിലിരുന്നായിരിക്കും എഴുതുന്നത്. ഓക്കെ, അതങ്ങ് തീരും ക്ലാസ്സിലിരുന്ന് അങ്ങ് എഴുതുമ്പോൾ. ഓരോ അപ്പാരറ്റസിന്റെ ഫോട്ടോസ് നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ ഒട്ടിച്ചാൽ മതി. ആ ഫോട്ടോ നിങ്ങളിലേക്ക് എത്തിക്കാൻ മീൻസ് ക്ലാസ് റൂമിൽ അതിന്റെ ഇതുപോലെ PDF ഇട്ട് കഴിഞ്ഞാൽ പ്രിന്റ് എടുത്ത് കട്ട് ചെയ്തപ്പോ ഒരു ഒറ്റ പേജിൽ തന്നെ 3-4 മെറ്റീരിയൽസിന്റെ ഫോട്ടോ ആക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. എന്നിട്ട് അത് ഒട്ടിക്കാലോ. അപ്പോ ഒറ്റ പ്രിന്റിൽ തന്നെ നമുക്ക് 3-4 കിട്ടും. അത് കട്ട് ചെയ്ത് ഒട്ടിച്ചാൽ മതി ലെഫ്റ്റ് സൈഡിൽ. ആ രീതിയിൽ ചെയ്യാനായിട്ട് ഫോട്ടോ ജസ്റ്റ് കാണിക്കോ? ഷുവർ. ഫസ്റ്റ് വൺ ഞാൻ ഈ ചെറിയ രീതിയിൽ ബ്ലർ ആക്കിയിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇത് മോണ്ടിസോറി ക്ലാസ് റൂം ആണ് കേട്ടോ. ക്ലിയർ അല്ല അല്ലെ? സെക്കൻഡ് ബ്ലർഡ് ഒന്ന് മാറ്റട്ടെ, ലീവായിട്ട് മാറ്റാം. മിസ് മ്യൂട്ടാണ്. ഓക്കെ, എന്നെ ഒന്ന് പിൻ ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പൊ കറക്റ്റ് കാണാനായിട്ട് പറ്റും. മോണ്ടിസോറി ക്ലാസ് റൂമില് മെറ്റീരിയൽസ് ഇരിക്കുന്നതാണിത്. കുട്ടികൾക്ക് ആക്ടിവിറ്റി ചെയ്യാനുള്ള മെറ്റീരിയൽസ് ഇരിക്കുന്നതാണ് പിക്ചർ. നെക്സ്റ്റ് വന്നു ബട്ടണിങ് ഫ്രെയിംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ക്ലാസ്സിൽ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ശില്പ അത് ഒക്കെ ഉണ്ടാക്കി ഞാൻ കണ്ടിരുന്നു. ശില്പയുടെ ബട്ടണിങ് ഫ്രെയിംസ്, നമ്മളെ ചെറിയ ക്ലോത്ത് പീസ് ഒക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ടൈലറിംഗ് ഷോപ്പിൽ നിന്നൊക്കെ ചെറിയ ക്ലോത്ത് പീസ് ഒക്കെ കിട്ടുവാണെങ്കിൽ ആ ക്ലോത്ത് പീസ് എടുത്തിട്ട് നിങ്ങൾക്ക് ഈ ചിലയിടത്ത് ഇങ്ങനെ ബട്ടണിങ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. എളുപ്പത്തിന് അവിടെ കൊണ്ടുപോയി കൊടുത്താലും മതി. ഒരു 4 ബട്ടണിങ്ങിട്ട് കുട്ടികളെ കൊണ്ട് അത് അഴിപ്പിക്കാം. അതുപോലെ തന്നെ സിപ്പ്, പിന്നെ എന്താ പറയാ നമ്മൾ ഷൂ ലേസ് കെട്ടില്ലേ, അതുപോലെ ലേസ്,
കെട്ടാം, അങ്ങനെ അങ്ങനെ പലതും. പിന്നെ വെൽക്രോം എന്ന് പറഞ്ഞതില്ലേ, പൊളിച്ചെടുക്കുക, അങ്ങനെ നമ്മുടെ പേഴ്സ് ബാഗ് ഒക്കെ ഉള്ളത് പോലത്തെ അതുപോലെയുള്ളതെല്ലാം ചെയ്യുക. അതാണിത് ബട്ടണിങ് ഫ്രെയിം അങ്ങനെ വരുന്ന സ്ഥലം. കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുക. അപ്പൊ അവർ തന്നെ ബട്ടൺ ഡ്രസ്സിങ് അവരുടെ ലൈബ്രറി റൂമാണ്, ബുക്കൊന്നും ഇതുവരെ ഒതുക്കിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ബ്ലേർഡ് ആക്കി വെച്ചിരുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ചിലതിനൊന്നും പിക്ചർ ഇല്ല. മാറ്റ് അതായത് കുട്ടികൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് മോണ്ടിസോറി ക്ലാസ് റൂമിൽ അവർ തറയിൽ ഇരിക്കില്ല, അവർക്ക് മാറ്റ് കുറെ ഇങ്ങനെ സൈഡില് റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കുട്ടികൾക്ക് തന്നെ അറിയാം, അവർ ചെന്ന് അത് എടുത്തുകൊണ്ട് വന്ന് വിരിച്ച് ഇരിക്കും. എന്നിട്ട് അവരുടെ ആക്ടിവിറ്റി നിലത്തിരുന്നാണ്. കുട്ടികൾക്ക് പൊതുവെ അവർക്ക് നിലത്തിരുന്ന് കളിക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടം. അവർ ചെയ്ത് കഴിയുമ്പോൾ ചെയ്ത മെറ്റീരിയൽസ് അങ്ങനെ ഏത് ഷെൽഫിൽ നിന്നാണോ എടുത്തത് അവിടെ കറക്റ്റ് അതുപോലെ വെക്കും. എന്നിട്ട് മാറ്റ് റോൾ ചെയ്ത് അവർ സൈഡിൽ വെക്കും. പിന്നെ പിങ്ക് ടവർ എന്ന് പറഞ്ഞിട്ടൊരു മെറ്റീരിയൽ ഉണ്ട്. പിങ്ക് കളറിലാണ്, ടവർ പോലെ ഇരിക്കും. ഒരു അട്രാക്റ്റീവ് പിങ്ക് കളറാണ് ഇതിന്. കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ഇഷ്ടം വരുന്ന അതൊരു 10 വുഡൻ ക്യൂബ്സ് ആണ്. അതാണ് പിങ്ക് ടവർ എന്ന് പറയാനാ ടീച്ചറെ? പിങ്ക് ടവർ അത് 10 എണ്ണം ഉണ്ട്. അത് എന്താ പറയാ, ആ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്യണം, കറക്റ്റ് മെത്തേഡിൽ തന്നെ അറേഞ്ച് ചെയ്തേക്കണം. ഓരോന്നിന്റെയും വെയിറ്റ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ വെയിറ്റ് റിയലൈസ് ചെയ്യാനായിട്ട് പറ്റും, ഏറ്റവും വലുത് തുടങ്ങി ചെറുത് വരെ. അപ്പം സ്മോളസ്റ്റ് 1 സെന്റിമീറ്റർ ആയിരിക്കും, ലാർജസ്റ്റ് 10 സെന്റിമീറ്റർ, അങ്ങനെയുള്ള ക്യൂബ്സ് ആണ്. മനസ്സിലായോ? ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ റുബിക്സ് ക്യൂബ് ഇല്ലേ, അതുപോലെ തന്നെ ഇരിക്കുന്നത്. അപ്പൊ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. 1 സെന്റിമീറ്റർ തുടങ്ങി 10 സെന്റിമീറ്റർ വരെയുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള 10 വുഡൻ ക്യൂബ്സ് ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, മോസ്റ്റ് പ്രോബബ്ലി ക്ലാസ് റൂമിൽ എനിക്കിത് കാണിക്കാൻ പറ്റുമായിരിക്കും, അത് വാങ്ങിക്കണ്ടാവും. പിന്നെ ബ്രൗൺ സ്റ്റെയർസ് എന്ന് പറഞ്ഞിട്ടായിരുന്നു അത്. ഇതാണത്, ബ്രൗൺ കളറിലുള്ള സ്റ്റെയർ പോലെ ഇരിക്കുന്ന ബ്രൗൺ സ്റ്റെയർസ്. നമ്മൾ നേരത്തെ കാണിച്ച പിങ്ക് ടവറും ബ്രൗൺ സ്റ്റെയറും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് കുട്ടികൾക്ക് ആക്ടിവിറ്റി ചെയ്യാനുണ്ട്. ഇത് ക്യൂബോയിഡ് ഷേപ്പ് ആണ്. എന്താ ക്യൂബോയിഡ് എന്ന് പറയുന്നത്? നമുക്കറിയാം റെക്ടാങ്കിൾ ഷേപ്പ് അറിയാം അല്ലെ? നമ്മുടെ ഫോണിന്റെ ഫേസ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലാപ്ടോപ്പിന്റെ സ്ക്രീൻ നോക്കിക്കഴിഞ്ഞാൽ റെക്ടാങ്കിൾ ഷേപ്പ് ആണ്. ഇത് പക്ഷെ ഒരു ക്യൂബോയിഡ് ആണ് അല്ലെ? ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ലെങ്ത് വന്നു, ബ്രെഡ്ത്ത് വന്നു, അതുപോലെ തന്നെ ഹൈറ്റ്, അത് അങ്ങനെ 3 ഡയമെൻഷൻസ് വരും. അത് 3D മാറുമ്പോൾ ഇങ്ങനെ മാത്രം നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു റെക്ടാങ്കിൾ ആയിട്ട് തോന്നും. പക്ഷെ ആക്ച്വലി ഇത് റെക്ടാങ്കിൾ അല്ല, ഇതിന് ഒരു 3D ഷേപ്പ് ആണ് അല്ലെ? അപ്പൊ അത് നമ്മുടെ ബുക്സ് ഇതൊരു ക്യൂബോയിഡ് ആണ്. ക്യൂബോയിഡ് ഒക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എന്റെ കയ്യിൽ കാണും. അതൊക്കെ നമ്മൾ ഉണ്ടാക്കേണ്ടതാട്ടോ, ക്യൂബോയിഡ് ഒക്കെ ഉണ്ടാക്കണം. പിന്നെ സിലിണ്ടർ ഷേപ്പിലുള്ളതുണ്ട്. ഇതെല്ലാം നമ്മൾ മോഡ്യൂൾ 3 പഠിക്കും. അപ്പം ഞാൻ ജസ്റ്റ് പിക്ചേഴ്സ് ഒന്ന് കാണിക്കാനായിരുന്നു. സിലിണ്ടേഴ്സ് ഉണ്ട്, ഇങ്ങനെ ഹോൾസ് ഉണ്ട്. അപ്പൊ കുട്ടികൾ കറക്റ്റ് ഹോളിൽ ആ സിലിണ്ടർ ഇടും. അപ്പൊ ഓരോ ഹോളിന്റെയും ഡയമീറ്റർ ഡിഫറെന്റ് ആണ്. അപ്പൊ ചില സിലിണ്ടേഴ്സ് അവരിടുമ്പോൾ ചിലപ്പോ കറക്റ്റ് ആ ഹോളിൽ അവർ ഇട്ടില്ലെങ്കിൽ അതിനേക്ക് ഫിക്സ് ആവില്ല അല്ലെ? അപ്പൊ അതിനനുസരിച്ച് അവർ മാറ്റി കറക്റ്റ് വെച്ചിട്ടുള്ളൂ. തന്നെ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി. പിന്നെ നോബുള്ള സിലിണ്ടർ ഉണ്ട്, നോബ് ഇല്ലാത്ത സിലിണ്ടർ ഉണ്ട്, അങ്ങനെയൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, പല ടൈപ്പിലുള്ളത്. അപ്പൊ ഇതെല്ലാം നമ്മളെ ക്ലാസ് റൂമിൽ എഴുതും. പിന്നെ കളർ ബോക്സ് ഉണ്ട്, അതുപോലെ കളർ ടാബ്ലറ്റ്സ്. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എഴുതാം. അപ്പൊ ഞാൻ അന്ന് ആ കളർ ബോക്സ് എഴുതിയ സമയത്ത് ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ 11 കളേഴ്സ് ഉണ്ട്. സെക്കൻഡറി കളർ ബോക്സിൽ 11 കളേഴ്സ് ഉണ്ട്. അതായത് പിന്നെ പ്രൈമറി കളർ ബോക്സിൽ 3 കളേഴ്സ് ആണ്. അപ്പൊ റെഡ്, ബ്ലൂ ആൻഡ് യെല്ലോ എന്നായിരുന്നു. അപ്പൊ റെഡ് എന്നുള്ളത് ബ്ലൂ ഇങ്കിൽ തന്നെ എഴുതിയെങ്കിലും അതിന്റെ മുകളിലൂടെ ഒന്ന് കളർ ചെയ്തു. റെഡ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ റെക്കോർഡിൽ ചെയ്യാം. പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ആ കളർ ഒന്ന് വേഗം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. റെഡ്, ബ്ലൂ, യെല്ലോ എന്നുള്ളത് റെഡ് എഴുതിയിട്ട് അതിന്റെ മുകളിൽ റെഡ് കളർ, പിന്നെ ബ്ലൂ എഴുതിയിട്ട് അതിന്റെ മുകളിൽ ബ്ലൂ കളർ, അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചു. അതൊക്കെ നമ്മളുടെ ഇഷ്ടം. അപ്പൊ എനിക്ക് അങ്ങനെ ചെയ്യണം തോന്നി, ഞാൻ അങ്ങനെ ചെയ്തു. അല്ലാണ്ട് നമ്മുടെ മാം അങ്ങനെയൊന്നും പറഞ്ഞില്ലായിരുന്നു. നമുക്ക് എന്ത് വേണമെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് നമ്മുടെ റെക്കോർഡിലേക്ക് എഴുതാം. പക്ഷെ ഈ അപ്പാരറ്റസിന്റെ ഓരോ മെറ്റീരിയൽസിന്റെ കറക്റ്റ്
ഡിസ്ക്രിപ്ഷനെ നമ്മൾ എഴുതാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് അത് നമ്മുടെ എല്ലാവരുടെയും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ക്ലാസ്സിലിരുന്ന് നമുക്ക് എഴുതാം, ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ ഇരുന്ന് എഴുതിയാൽ മതി എന്ന് പറഞ്ഞെങ്കിൽ. അങ്ങനെ എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ റഫായിട്ട് എഴുതി വെച്ചിട്ട് അതൊക്കെ സമാധാനമായിട്ട് ഇരുന്ന് നീറ്റായി എഴുതണം എന്ന് ആഗ്രഹം ഉള്ളവർ അങ്ങനെ എഴുതാം. ഓക്കെ, അങ്ങനെ കുറെ കാര്യങ്ങളാണ്. പിന്നെ ഈ പിക്ചേഴ്സ് ഒക്കെ മാം വരച്ചതാണോ മാം? അതോ പിക്ചേഴ്സ് ഇല്ല, പിക്ചേഴ്സ് ഞങ്ങൾക്ക് തന്നു, അത് ഇതിനകത്ത് ഒട്ടിച്ചതാ. ഓക്കെ മാം. അപ്പൊ ഞങ്ങള് ഇത് ഒട്ടിക്കേണ്ടി വരയ്ക്കേണ്ടി വരുമോ? ഞാൻ അത് കേട്ടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും ഇല്ല, വരയ്ക്കില്ല, അത് നമ്മൾക്ക് ഒട്ടിക്കാനേ പറ്റൂ. ഓക്കെ മാം. വരയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ വേണമെങ്കിൽ ചിലതൊക്കെ പറ്റും, പക്ഷെ ചിലതൊക്കെ ഇച്ചിരി പാടായിരിക്കും വരയ്ക്കുക എന്നുള്ളതേ. ഓക്കെ മാം. ഇതിങ്ങനെ അവൈലബിൾ ആണോ എന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഞങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്തു, നമ്മൾ പേ ചെയ്തിരുന്നു കേട്ടോ. ഓക്കെ ഓക്കെ. എല്ലാം കളർ പിക്ചേഴ്സ് തന്നെ. പിന്നെ പല ടൈപ്പ് ഫാബ്രിക്സ് നമുക്ക് കുട്ടികളുടെ അടുത്ത് കൊണ്ടുചെല്ലാം. കോട്ടൺ, സിൽക്ക് മിക്സ് ആയിട്ടുള്ളത്, സിൽക്ക് കോട്ടൺ, പോളി കോട്ടൺ, പിന്നെ മല്ലിന്റെ ക്ലോത്ത് ഒക്കെ ഇല്ലേ. അപ്പം അതിന്റെ നമ്മൾ എന്താ പറഞ്ഞത്, നമ്മുടെ സെൻസസ് എല്ലാം വർക്ക് ചെയ്യണം. ടച്ച് ചെയ്യുമ്പോൾ അവർക്ക് ഓരോ ക്ലോത്ത് ഏത് ടൈപ്പ് ആണെന്നുള്ളതൊക്കെ അവരിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ടച്ച് ഫാബ്രിക്സ് അത് നമുക്ക് കൊണ്ടുപോകാം. പിന്നെ ബോർഡ്സ്, അതായത് എന്തെല്ലാം സെൻസ് നമുക്കുണ്ടോ അതെല്ലാം യൂസ് ചെയ്യേണ്ട രീതിയിലാണ് മറിയ മോണ്ടിസോറി ഈ മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഓരോന്നും അങ്ങനെ വരയ്ക്കേണ്ട ചില ഇതുണ്ട്. അതായത് ട്രയാങ്കിൾ, റെക്ടാങ്കിൾ, ട്രപ്പീസിയം, അതൊക്കെ നമുക്ക് വരയ്ക്കാം. അതൊക്കെ ഞാനിവിടെ വരച്ചു വെച്ചു. അപ്പൊ എന്തൊക്കെ വേണം കയ്യിൽ കരുതണം എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാം, അതിനനുസരിച്ച് ഒന്ന് വെച്ചാൽ മതി. പിന്നെ സ്കെച്ച് പെൻ യൂസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, സ്മഡ്ജ് ആവാതെ നോക്കണം. പിക്ചേഴ്സിന് കളർ കൊടുക്കാൻ വാക്സ് ക്രയോൺസ് ആണ് നല്ലത്. എന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്. സ്കെച്ച് വെച്ച് ചെയ്ത ബാക്ക് സൈഡിൽ സ്മഡ്ജ് ആവും, ബാക്ക് സൈഡിൽ നമ്മൾ ഏതിന്റെങ്കിലും ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ടുണ്ടാകും, അപ്പൊ അത് വായിക്കാൻ പറ്റാണ്ട് വരും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾക്ക് അറിയാലോ, നല്ല സ്മെല്ലുള്ള പേനയൊക്കെ ഇല്ലേ, അതുപോലെ സ്മെല്ലിംഗ് സിലിണ്ടേഴ്സും ഉണ്ട് മോണ്ടിസോറി മെറ്റീരിയൽസ്. സോ നമ്മളുടെ ഓൾഫാക്ടറി സെൻസ് ഓഫ് സ്മെൽ അത് ഇൻക്രീസ് ചെയ്യും അങ്ങനെയുള്ള സിലിണ്ടേഴ്സ് വരുമ്പോൾ. അപ്പൊ അതൊക്കെയുണ്ട്. പിന്നെ സൈലോഫോൺ ഉണ്ടായിരിക്കും കുട്ടികളുടെ ആ ഓഡിറ്ററി, ആ ഒരു മ്യൂസിക് അത് കേൾക്കുമ്പോൾ അത് കേൾക്കാനായിട്ട് കുറെ കാര്യങ്ങൾ രസമാണ്. ലാംഗ്വേജ് പഠിക്കാനായിട്ടുള്ള അപ്പാരറ്റസ് ഉണ്ട്, ആൽഫബറ്റ്സ് പഠിക്കാനുള്ള അപ്പാരറ്റസ് ഉണ്ട്, അങ്ങനെ കുറെ ഉണ്ട്. ഇത് നമ്മള് എന്താ പറയാ, വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 lakhs മുകളിൽ വരും എല്ലാം കൂടെ. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വാങ്ങുന്നുണ്ടെന്നില്ല, നമ്മൾ പേഴ്സണലി ഒരാൾ വാങ്ങുന്ന പറഞ്ഞാൽ നമ്മൾ അത്രയും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ സ്കൂളൊക്കെ തുടങ്ങാൻ പോവാണ്, മോണ്ടിസോറി സ്കൂൾ ടൈപ്പ് സ്കൂൾ തുടങ്ങാൻ പോവാണെങ്കിൽ അവിടെ നഷ്ടമില്ല, നമുക്കത് വേണം, അതില്ലാതെ പറ്റില്ല. പിന്നെ ഇതിന്റെയൊക്കെ ഒരു മിനിയേച്ചർ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. പക്ഷെ അപ്പോഴും കാര്യമുണ്ട്, നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള തിങ്സ് വെച്ചിട്ട് വേണം ഈ മെറ്റീരിയൽസ് എല്ലാം ഉണ്ടാക്കാൻ. ഒന്നും ആർട്ടിഫിഷ്യൽ മെറ്റീരിയൽസ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല. എല്ലാം വുഡിന്റെ പീസ്, ക്ലോത്ത് എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ക്ലോത്തുകളാണ്. പിന്നെ എന്താ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നും. അതാണ് ഞാൻ തെർമോക്കോൾ കൊണ്ട് നിങ്ങളെ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത്. കാരണം വെച്ചാല് തെർമോക്കോളിന് എന്തോ അലർജി ഇഷ്യൂ ഉണ്ടെന്ന് ഞാനൊക്കെ ചെയ്തിട്ടുണ്ട് തെർമോക്കോൾ വെച്ചിട്ട്, ലെറ്റേഴ്സും അതുപോലെ തന്നെ നമ്പേഴ്സും. പക്ഷെ അലർജി ഇഷ്യൂ ഉണ്ടെന്നും പറഞ്ഞിട്ട് ഞാൻ അതൊന്നും കൊണ്ടുപോയില്ലായിരുന്നു ടീച്ചിങ് പ്രാക്ടീസിന് പോയ സമയത്ത്. സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് കൊണ്ടുവരുന്നില്ല, ഞാൻ പോയത് മോണ്ടിസോറി സ്കൂളിലായതുകൊണ്ട് അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്, പ്രശ്നമില്ലായിരുന്നു. പക്ഷെ തെർമോക്കോൾ ഞാൻ കൊണ്ടുപോയില്ല. ആൽഫബറ്റ്സും നമ്പേഴ്സും സ്മോൾ ലെറ്റർ, ക്യാപിറ്റൽ ലെറ്റർ എല്ലാം തെർമോക്കോളിൽ ചെയ്തിരുന്നു. ഭയങ്കര പാടാ തെർമോക്കോൾ കട്ട് ചെയ്യാനായിട്ട്. അപ്പൊ അതൊക്കെ ചെയ്തു വെച്ചതാ, പക്ഷെ യൂസ് ചെയ്തില്ല. പിന്നെ ആകെ ഉപയോഗിച്ചത് മറ്റേ വീൽ ചാർട്ടില്ലേ, നമ്പർ വീൽ ചാർട്ട്. അത് പിന്നെ 2 സൈഡിലും ചാർട്ട് പേപ്പർ ഒട്ടിച്ചത് കൊണ്ട് മാത്രം എന്റെ നടുക്കുള്ള ആ ഒരു കറങ്ങുന്ന സംഭവം വിട്ടുപോയി കേട്ടോ.
കുറെ വർഷമായില്ലേ, ഒരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് വിട്ടുപോയി. ഇത് പിന്നെ 2 സൈഡിലും പേപ്പർ ഒട്ടിച്ചതുകൊണ്ട് പിന്നെ ആ സൈഡിൽ ഞാൻ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചു. അപ്പൊ തെർമോക്കോളുമായിട്ട് കുട്ടികൾക്ക് ടച്ച് ഒന്നും വരണ്ട എന്നുള്ള രീതിയിൽ ഫുൾ കവർ ചെയ്തിട്ടാണ് ഈ തെർമോക്കോൾ എടുത്തത്. കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുപോകുമ്പോൾ അവരുടെ ഹെൽത്തും നമ്മൾ ഇമ്പോർട്ടൻസ് അല്ലേ, നമ്മൾ ശ്രദ്ധിക്കണമല്ലോ, നമുക്കും അലർജി വരാം. കംപ്ലീറ്റ് സൈഡെല്ലാം മാസ്കിംഗ് ടേപ്പ് വെച്ച് ഒട്ടിച്ച് 2 സൈഡിലും ചാർട്ട് പേപ്പർ വന്നു. അങ്ങനെയാണ് ചെയ്തത്. അപ്പോ നമുക്ക് ഞാൻ പറഞ്ഞിരുന്നല്ലേ മെറ്റീരിയൽസ് എല്ലാം കയ്യിൽ കരുതി. മാം ഇത് ചെയ്യാൻ പറഞ്ഞില്ല ഞങ്ങളോട്? ഇപ്പൊ മാം കാണിച്ചു തന്നില്ലേ, അത് ചെയ്യാൻ പറഞ്ഞിരുന്നോ? സമയത്ത് പറഞ്ഞിരുന്നു എന്നാണ് എന്റെ ഒരു ഓർമ്മ. അത് ഞങ്ങൾ ചെയ്തിട്ടില്ല. അത് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് അതിന്റെ? കുഴപ്പമില്ല, നെക്സ്റ്റ് വീക്കിൽ നമുക്ക് ഇതുപോലുള്ള മെറ്റീരിയൽസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒരു സെഷനിൽ ഹാഫ് ആൻ അവർ പറഞ്ഞ് ഹാഫ് ആൻ അവർ ക്ലാസ് ആ രീതിയിൽ പോവാം. അപ്പൊ നിങ്ങൾ പതുക്കെ ഓരോന്നുണ്ടാക്കി തുടങ്ങി ഇതിനെ കുറിച്ചിട്ട് ചെയ്യിക്കാം. പിന്നെ അതുപോലെ തന്നെ സിയ നമ്മളോട് പറഞ്ഞിരുന്നു ഫാബ്രിക് പെയിന്റിങ് പഠിപ്പിക്കാന്ന്. ശരിയല്ലേ? സിയ അല്ലേ പറഞ്ഞേ? യെസ്, ഞാനാ പറഞ്ഞത്. വേറെ ഗ്ലാസ് പെയിന്റിങ് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? അറിയില്ലേ? രഞ്ജു. അങ്ങനെ അറിയാവുന്നവർക്ക് ക്ലാസ്സിൽ അത് പറഞ്ഞു കൊടുക്കാം. നമുക്ക് ഫുൾ ഒരു പിക്ചർ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഗ്ലാസ് പെയിന്റിങ് ആകുമ്പോൾ നമുക്ക് ഔട്ട്ലൈൻ ഇട്ട് അത് ഉണങ്ങി കഴിഞ്ഞിട്ട്, അങ്ങനെയാണോ രഞ്ജു ചെയ്യുന്നത് എനിക്കറിയില്ല. ഔട്ട്ലൈൻ ഇട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് പിന്നെ വേണം ഗ്ലാസ് കളർ ഫില്ല് ചെയ്യാൻ. അപ്പൊ നമുക്കത് 1 മണിക്കൂറിൽ നമുക്ക് നടക്കില്ല. അപ്പൊ അതെന്താണ് അതിന്റെ മെത്തേഡ് എന്നുള്ളതൊക്കെ രഞ്ജു പറഞ്ഞു തരും. പിന്നെ ഫാബ്രിക് പെയിന്റിങ് സിയ പറഞ്ഞു തരും. അപ്പൊ നിങ്ങളൊരു ദിവസം അത് ഉദ്ദേശിക്കുക. എന്നിട്ട് ആ ക്ലാസ്സിൽ ഇരുന്ന് തന്നെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് മെറ്റീരിയൽസിന്റെ ഡീറ്റെയിൽസ് ഒന്ന് കൊടുത്താൽ മതി. മിസ് എന്നാ ചെയ്യേണ്ടത്? ഞാൻ എന്നായാലും റെഡിയാണ്. അപ്പൊ നെക്സ്റ്റ് വീക്ക് ആയാലോ? കുഴപ്പമില്ല, ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ റെഡിയാണോ അടുത്ത് നെക്സ്റ്റ് വീക്കിലേക്ക് ചെയ്യാൻ? നമ്മൾ എന്തെല്ലാം മെറ്റീരിയൽ മേടിക്കണം എന്നുള്ളതൊന്ന് നമ്മൾ ചെയ്യാനായിട്ടേ എന്തെല്ലാം മെറ്റീരിയൽ നമ്മൾ മേടിക്കണം എന്നുള്ളതൊന്ന് പറയൂ. മിസ്, മെയിൻ ആയിട്ട് നമുക്ക് പെയിന്റ് ആണ് വരുന്നത്. ഫാബ്രിക് പെയിന്റ് ഇപ്പൊ ഈ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി എല്ലാ പെയിന്റും മേടിക്കാൻ പറ്റില്ല. അപ്പൊ 25 രൂപയാണ് ഒരു പെയിന്റിങ് ബോട്ടിലിന് വരുന്നത്. അപ്പൊ എല്ലാവരും ഡിഫറെന്റ് ആയിട്ട് ജസ്റ്റ് ഒരു കളർ മേടിക്കുക, അതല്ലേ നല്ലത്. ബോക്സ് കിട്ടും, 6 കളറിന്റെ ബോക്സ് കിട്ടും. 110 ആ ഒരു റേഞ്ച് ആണ്. ഫാബ്രിക് പെയിന്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ വാങ്ങണം. പോസ്റ്റൽ പെയിന്റ് എന്ന് പറഞ്ഞിട്ട് വേറെ വരുന്നുണ്ട്, അത് പറ്റില്ല തുണിയിൽ ചെയ്യാൻ. ഫാബ്രിക് പെയിന്റ് എന്ന് എഴുതിയ പെയിന്റ് തന്നെ വാങ്ങണം. പിന്നെ ഉള്ളത് ബ്രഷുകളാണ്. ബ്രഷുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ടൈപ്പ് ഉണ്ട്. ഏറ്റവും ചെറുതാക്കി വരയ്ക്കാൻ പോയിന്റ് ബ്രഷ്, റൗണ്ട് ബ്രഷ്, സ്ക്വയർ ബ്രഷ്, ഇതാണ് മെയിൻ ആയിട്ട്. ഫ്ലാറ്റ് ബ്രഷ് അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ എല്ലാതും ഇത് നമ്മളിപ്പോ തുടരുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് റൗണ്ട് ഒരു നോർമൽ ഒരു ബ്രഷ് ഇപ്പൊ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു റൗണ്ട് ബ്രഷ് അങ്ങനെ മേടിക്കാം. അതിലിപ്പോ മേടിക്കാൻ ചെല്ലുമ്പോൾ ഒരുപാട് നമ്പേഴ്സ് കാണും. അപ്പൊ ഏറ്റവും നോർമൽ ആയ ഒരു മീഡിയം ഇതിൽ മേടിച്ചാൽ മതി മേടിക്കുന്നവർക്ക്. ഇതിലെങ്ങനെ നമ്പർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 0.0, 0.1, 0.2 എന്ന് പറഞ്ഞിട്ട് അതിന്റെ വലുപ്പം കൂടി വരും. അങ്ങനെയാണ് ബ്രഷുകൾ വരുന്നത്. അപ്പൊ ഏതെങ്കിലും ജസ്റ്റ് ഒരു ബ്രഷ് മേടിക്കാം. പിന്നെ പോപ്ലിൻ തുണിയിലാണ് ഇത് കറക്റ്റ് ആയിട്ട് പിടിക്കുക. അതായത് കോട്ടൺ, നല്ല കോട്ടൺ പോപ്ലിൻ തുണിയാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോ ഇല്ലെന്ന് വെച്ചാൽ പോപ്ലിൻ അതിലിനിയിപ്പോ ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള ഒരു കർച്ചീഫ് എടുത്താലും മതി. ഇപ്പൊ ഇതിനായിട്ട് ഇപ്പൊ ഇത് മേടിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് 75 രൂപയാണ് പോപ്ലിൻ തുണി 1 മീറ്ററിന് വരുന്നത്. അപ്പൊ നമുക്കിപ്പോ ജസ്റ്റ് ഒരു ടവലാണ്. എല്ലാ തുണിക്കടയിലും കിട്ടും. പോപ്ലിന്റെ തുണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ആ തുണി കിട്ടും. അതിലാവുമ്പോ പെയിന്റ് വൈറ്റ് ഉണ്ട്, ക്രീം ഉണ്ട്, പിന്നെ ഒരു മഞ്ഞ കളറിന് ഒരു കളർ ഉണ്ട്. വൈറ്റിലും ഒരു ചന്ദന കളർ പോലത്തെ കളറിൽ അതിലാണ് അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കുക നമ്മള് കളർ ചെയ്യുമ്പോ. അതുമ്മ ഫാബ്രിക് പെയിന്റ് എന്ന് എഴുതിയിട്ടുണ്ടോന്ന് എനിക്ക് കാണില്ലല്ലോ. ഫാബ്രിക് പെയിന്റ് എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആക്രിലിക് എന്ന് എഴുതിയിട്ടുണ്ടാവും. പോസ്റ്റൽ ആവാതെ ഇരുന്നാ മതി. ആക്രിലിക് അല്ലെങ്കിൽ ഫാബ്രിക് പെയിന്റ്, ഇതാണ് അതിന്റെ മെറ്റീരിയൽസ്. അത് ഫെവിക്രിലിന്റെ ഫെവിക്രിലിന്റെ ഉണ്ട്, ക്യാമലിന്റെ വരുന്നുണ്ട്. ഫെവിക്രിലാണ് ഏറ്റവും നല്ലത്. ഫെവിക്രിലിന്റെ ആവുമ്പോ ബ്ലൂ ക്യാപ്പ് ആണെങ്കിൽ ഫാബ്രിക് പെയിന്റും വൈറ്റ് ക്യാപ്പ് ആണെങ്കിൽ അക്രിലിക്. മക്കള് വെറുതെ ഇങ്ങനെ എവിടെ മേശമൊക്കെ ഓരോ ഡിസൈൻ ചുമരുമൊക്കെ വരച്ച അതിന് വേണ്ടിട്ട് വാങ്ങിയതാ. അക്രിലിക് ആവുമ്പോൾ നമുക്ക് ഏത് ബേസിലും യൂസ് ചെയ്യാം. ഫാബ്രിക്കില്, പോട്ടില്, ഗ്ലാസ്സില് ഒക്കെ യൂസ് ചെയ്യാം. അക്രിലിക് എവിടെയും ഉപയോഗിക്കാം.
ഫാബ്രിക് പെയിന്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഫാബ്രിക്കിലേക്ക് തന്നെ ഉപയോഗിക്കട്ടെ എന്ന് വിചാരിച്ച് അവരിറക്കിയതാണ്. ഓക്കെ, സിയ പറഞ്ഞു. അതുപോലെ തന്നെ ഇടുന്നതിനായിട്ട് നമുക്കൊരു ഫ്രെയിമും കൂടെ ആവശ്യമാണ്. ഈ തുണി ഫിറ്റ് ചെയ്യണമല്ലോ. റൗണ്ടിലുള്ള ഫ്രെയിം അല്ലേ രഞ്ജു? യെസ്, ഫ്രെയിം ആണ്. ഫ്രെയിമും തുണി, ഇതുപോലെ പല നമ്മുടെ റേഞ്ചിൽ ഈ തുണി വരുന്നുണ്ട്. ഒരു ഫിറ്റ് ചെയ്തിട്ടല്ലേ നമ്മള് മിസ് ഞാൻ കാണിച്ചോട്ടെ? പല ഷേപ്പിലുണ്ട്. പല ഷേപ്പ് എന്ന് പറഞ്ഞാൽ റൗണ്ട് ഷേപ്പും ഉണ്ട്, സ്ക്വയർ ഉണ്ട്, നിങ്ങൾക്ക് നല്ലപോലെ കാണാൻ പറ്റും. അങ്ങനത്തെ ഏത് ഷേപ്പിലും വരും. കാണുന്നുണ്ടോ? ഇങ്ങനെയാണ് ഫ്രെയിം വരുന്നത്. ഇങ്ങനെ രണ്ട് ഇതായിട്ടൊക്കെ ഇട്ട, ഇതിപ്പോ എന്റെ കയ്യിൽ വലുതാണ്. ഇതിന്റെ പല സൈസുകൾ വരുന്നുണ്ട്. അതിനനുസരിച്ചിട്ടാണ് പ്രൈസ് വരുന്നത്. ഇപ്പൊ ബ്രഷുകളാണെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞതില് ഇപ്പൊ നോർമൽ ആയിട്ട് നമുക്ക് ഈ ബ്രഷ് ആണെങ്കിൽ ഓക്കെ ആണ്. ഇതിപ്പോ നോർമൽ ഒരു റൗണ്ട് ബ്രഷ് ആണ്. ഇനി ഇതിൽ തന്നെ ഇത് ഫ്ലാറ്റ് ബ്രഷ് ആണ്. ഇതിപ്പോ ഇതിനെ പോയിന്റ് ബ്രഷ് എന്നാണ് പറയാ. ഇത് ഭയങ്കര നൈസ് ആയിരിക്കും. അപ്പൊ അത് ഓരോന്നും വരയ്ക്കുന്നതിനനുസരിച്ച് അത്രയും ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ടൂളുകളാണ്. ഇതിപ്പോ ഫ്ലാറ്റ് ബ്രഷ് ആണ്. ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ പോപ്ലിൻ തുണിയിലെ എന്ന് പറയുമ്പോൾ പോപ്ലിൻ തുണി കാണിച്ചു തരാം. അവിടെ ഇരിക്കുന്നു, മേശന്ന് ഇരിക്കുന്നു, ഒന്നെടുക്കും. ഞാൻ ഇന്ന് ചെയ്തത് ഉണക്കാൻ വേണ്ടിയിട്ട് മേശമ്മ ഇട്ടതാണ്. അപ്പൊ ഞാൻ അത് അവിടെ വെച്ചിരിക്കും. അപ്പൊ കാണിച്ചു തരാം. നമുക്ക് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇപ്പോ സിയ ഏതിന്റെ ക്ലാസ് ആണ്? ഇത് ഫാബ്രിക് പെയിന്റിന്റെ ക്ലാസ് ആണ്. അസിസ്റ്റന്റ് ടെക്സ്റ്റൈൽ പ്രിന്റിംഗ്, അതാണ് ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഞാൻ ചെയ്തിട്ടുള്ള വർക്കാണ്. ഇതിനെല്ലാത്തിനും ഓരോ പേരുകളുണ്ട്. ഫില്ലിംഗ്, ഷെയ്ഡിംഗ്. ഇത് ഓരോ ഷെയ്ഡിങ്. ഇതിപ്പോ മ്യൂറലിന്റെ ഒരു വർക്കാണ്. ഇതിലിപ്പോ നടുവില് വൈറ്റ് വരുന്ന ഒരു വർക്കാണ്. ഇതിലിപ്പോ ട്രിപ്പിൾ ഷെയ്ഡ് ആണ് വന്നിരിക്കുന്നത്. അതിന് ഓരോന്നിനും ഓരോ വ്യത്യാസങ്ങളായിട്ട്. ഇത് സ്റ്റെൻസിലാണ്. നമുക്ക് ഓൾറെഡി ഇത് കൊടുക്കണം, കാരണം വളരെ എളുപ്പമാണ്. ബെഡ്ഷീറ്റുകൾ ചെയ്താൽ നമുക്ക് സെയിൽ ചെയ്യാം. സ്റ്റെൻസില് ഭയങ്കര ഈസിയാണ്. സ്റ്റെൻസിലാണ് ഇങ്ങനെ വരുന്നത്. ഇതാവുമ്പോ ഈസി ആയിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് അതിന്റെ മുകളിൽ കൂടെ പെയിന്റ് ചെയ്താൽ മതി. ഇതിപ്പം മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ല. വർക്ക് കുറച്ചും കൂടെ ഒന്ന് ഇതൊക്കെ ഉണ്ട്, ഔട്ട്ലൈനിങ് ഒക്കെ ചെയ്യാനുണ്ട്. ഒന്നുകൂടെ ഭംഗിയാക്കാം. മല്ലിന്റെ തുണി ആയാലും പഠിക്കാൻ അത് മതിയോ? മല്ലിന്റെ തുണി പോലെ മല്ലിന്റെ തുണിയിലെ ചിലതില് പെയിന്റ് സ്പ്രെഡ് ആവും.